ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത കുറ്റാന്വേഷണം എന്ന കഥയുടെ അവസാന ഭാഗമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. SI ജീവൻ തോമസ് നേരെ പോയത് റോക്കിയുടെ വീട്ടിലേക്കാണ്. അമ്മ ക്ലാര പോലീസ് ജീപ്പ് കണ്ടതും ആദ്യം ഒന്ന് ഭയന്നു. എന്താണ് സാറേ? ക്ലാര ചോദിച്ചു. റോക്കി ഉണ്ടോ? ഇല്ല, അവനിങ്ങോട്ടൊന്നും അങ്ങനെ വരാറില്ല, ക്ലാര പറഞ്ഞു. അവനെ കണ്ടിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എവിടെ ചെന്നാൽ കാണാൻ പറ്റും? അത് ആ കലിങ്കിൻ്റെ അടിയിൽ ഒരു ഷെഡുണ്ട്, മിക്കവാറും അവിടെ കാണും. മറുപടിയൊന്നും പറയാതെ ജീവൻ തോമസ് ജീപ്പിൽ കയറി. ജീപ്പ് കണ്ണിൽ നിന്നും മറയുന്നത് നോക്കി ക്ലാര നിന്നു. വന്ന് വന്ന് പോലീസുകാർ വീട്ടിൽ കയറി തുടങ്ങി, ആരോടൊന്നില്ലാതെ ക്ലാര പറഞ്ഞു. ഇതേ സമയം ജീപ്പ് കലിങ്കിൻ്റെ മുകൾ ഭാഗത്തെത്തിയിരുന്നു. താഴോട്ടേക്ക് വാഹനത്തിന് പോകാനാവില്ല. ജീപ്പ് വന്ന് നിൽക്കുന്നത് കണ്ടതും അവിടെ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന കുറച്ചുപേർ എഴുന്നേറ്റ് ഓടിപ്പോയി. താഴത്തേക്കൊരു സ്റ്റെപ്പുണ്ട്, അതുവഴി ജീവൻ തോമസ് താഴോട്ടിറങ്ങി. താഴത്തെ ഷെഡിന്റെ സൈഡിൽ കുറച്ചുപേര് നിൽപ്പുണ്ടായിരുന്നു. ജീവൻ തോമസിനെ കണ്ടവർ എഴുന്നേറ്റു. റോക്കി ഉണ്ടോടാ? അത് കേട്ടതും അകത്തു നിന്ന് റോക്കി ഇറങ്ങി വന്നു. എന്താണ് സാർ ഈ വഴിയൊക്കെ പതിവില്ലാതെ? ജീവൻ തോമസിന്റെ മുന്നിൽ വന്ന് റോക്കി ചോദിച്ചു. കീർത്തനയുടെ അമ്മയുടെയും ജീവൻ അപകടത്തിലാണ്. ഇന്ന് രാത്രി അവരെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാനാണ് അലക്സ് ശ്രമിക്കുന്നത്. അങ്ങനെ വന്നാൽ പിന്നെ അവരെ ജീവനോടെ കിട്ടില്ല. നിനക്ക് പറ്റുമെങ്കിൽ അവരെ രക്ഷിക്കുക, ജീവൻ പറഞ്ഞു. എന്തുപറ്റി സാറേ പെട്ടെന്നൊരു മനംമാറ്റം? ഭാര്യയും മകളെയും നായെ വിട്ടൊന്ന് പേടിപ്പിച്ച് നന്നാവാൻ തീരുമാനിച്ചോ സാറ്? അതോ ഇതും ചതിയുടെ ഭാഗമാണോ? റോക്കി ചോദിച്ചു. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇട്ടിരിക്കുന്ന യൂണിഫോമിനേക്കാൾ പണത്തെ ഞാൻ സ്നേഹിച്ചു. അന്ന് കീർത്തനയെ പിടിച്ചുകൊണ്ടുപോയി ഞാൻ കണ്ടമാനം ഉപദ്രവിച്ചു. അവരുടെ കണ്ണുകളിൽ ഭയമായിരുന്നു. അപ്പോൾ വന്യമൃഗത്തിന്റെ മുന്നിൽപ്പെട്ട മാൻപേടയെ പോലെ. പിന്നീട് അതേ ഭയം ഞാൻ കണ്ടത് എൻ്റെ ഭാര്യയുടെയും മകളുടെയും കണ്ണിലാണ്. അന്ന് ഞാൻ കണ്ടത് എൻ്റെ ഭാര്യയുടെയും മകളുടെ സ്ഥാനത്ത് കീർത്തനയെയാണ്. ആ കറുത്ത നായ, അത് ഞാനും. സ്വന്തം കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായപ്പോഴാണ് ഞാൻ മൂലം വേദന അനുഭവിച്ചതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചത് തന്നെ. റോക്കി ജീവൻ തോമസ് പറയുന്നത് കേട്ടു നിന്നു. റോക്കി, കീർത്തനയും കുടുംബത്തെയും രക്ഷിക്കാൻ എനിക്കാവില്ല. ഡിപ്പാർട്ട്മെന്റിൽ പലരും അവരുടെ ആളുകളാണ്. മാത്രമല്ല കല്ലൂക്കാരന്മാരെ പോലെയുള്ള ആളുകളോട് മത്സരിക്കാൻ എനിക്ക് ശക്തിയില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്കേ പറ്റൂ. അതാണ് ഓടിപ്പിടിച്ച് ഞാനിവിടെ വന്നേ, ജീവൻ തോമസ് റോക്കിയോട് പറഞ്ഞു. സാറ് തിരിച്ചു പൊക്കോ, കീർത്തനയ്ക്ക് അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ജീവൻ തോമസ് പോകാൻ തയ്യാറായി. ഈ വിവരം ഇവിടെ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ കാര്യം എന്താവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എന്നെയും കുടുംബത്തെയും അവർ ഇല്ലാതാക്കും. കൂടി നിന്ന് മറുചണ്ടം ചാടുന്നവർക്ക് അവർ കൊടുക്കുന്ന പരമാവധി ശിക്ഷയാണ് മരണം. പോവും മുമ്പ് ജീവൻ തോമസ് പറഞ്ഞു. അയാൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നത് നോക്കി റോക്കി നിന്നു. ആന്റണി, റോക്കി വിളിച്ചതും ആന്റണി അടുത്തേക്ക് നിന്നു. നമ്മുടെ പിള്ളേരോട് റെഡിയാവാൻ പറയൂ, പണിയുണ്ട്. റോക്കി പറഞ്ഞതും ആന്റണി അലേർട്ടായി. വൈകിട്ട് 6 മണിക്ക് മുമ്പ് തന്നെ റോക്കിയുടെ 2 വാഹനങ്ങൾ കീർത്തനയുടെ വീടിന് മുന്നിലെത്തി. കീർത്തന വാഹനങ്ങളുടെ ശബ്ദം കേട്ട് ഇറങ്ങി വന്നു. റോക്കി കീർത്തനയുടെ മുന്നിൽ വന്ന് നിന്നു. എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വേഗം എടുക്ക്, ഇപ്പോൾ തന്നെ ഇവിടുന്ന് മാറണം, മുഖവുരിയില്ലാതെ റോക്കി പറഞ്ഞു. എന്താ കാര്യം? അതൊക്കെ പിന്നെ പറയാം, ഇപ്പോൾ പറയുന്നത് കേൾക്കാദ്യം. പിന്നെ ഒന്നും ആലോചിക്കാതെ കീർത്തന വേഗം ഡ്രസ്സ് മാറാനായി പോയി. 15 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം റെഡിയാക്കി ആവശ്യമുള്ള സാധനങ്ങൾ പാക്ക് ചെയ്തു. വാഹനങ്ങളിൽ കയറ്റി. രാധികയെ വട്ടം പൊക്കിയെടുത്ത് കാറിൽ കയറ്റിയിരുത്തി. വീൽചെയർ മടക്കി കാറിന്റെ ബാക്കിൽ വെച്ചു. കീർത്തന രാധികയുടെ ഒപ്പം കയറിയിരുന്നു. വൈകാതെ തന്നെ വാഹനങ്ങൾ അവിടെ നിന്നും പോയി. രാത്രി 10 മണിയോടുകൂടി ബാസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള വാഹനങ്ങൾ അവരുടെ വീടിന് മുന്നിലെത്തി. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അവർ അകത്ത് കയറി. എന്നാ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായി. എല്ലായിടത്തും ബാസ്റ്റിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു. ആരുമില്ലെന്ന് കണ്ട് ബാസ്റ്റിൻ അലക്സാണ്ടറിനെ വിളിച്ചു. സാറേ, ഇവിടെ ആട് കിടന്നിടത്ത് പൂട പോലുമില്ല. എന്തുപറ്റി? അവരാരും ഇവിടെ ഇല്ല സാറേ. ഇല്ലേ, എവിടെ പോയി? അലക്സാണ്ടർ ചോദിച്ചു. ആരോ അവരെ കടത്തിക്കൊണ്ട് പോയതാണ്. ഒരുപക്ഷെ നമ്മൾ വരുന്നതിന് മുമ്പ് അവരെ രക്ഷിച്ചുകൊണ്ട് പോയി. ദേഷ്യം കയറി അലക്സാണ്ടർ കയ്യിലിരിക്കുന്ന ഫോൺ വലിച്ചെറിഞ്ഞു. റോക്കിയുടെ വാഹനങ്ങൾ അധികം ആൾതാമസമില്ലാത്തൊരു സ്ഥലത്ത് നിന്നു. അവിടെ ഓടിട്ട ഒരു വീടുണ്ടായിരുന്നു. അവരെ കണ്ടതും ഒരു കറുത്ത നായ ഓടി വന്നു. റോക്കിയുടെ നേരെ അത് സ്നേഹത്തോടെ ചാടി വീണു. റോക്കി അതിനെ സ്നേഹത്തോടെ തലോടി. അത് വാലാട്ടിക്കൊണ്ട് റോക്കിയുടെ ഒപ്പം നിന്നു. കീർത്തനയ്ക്കറിയാമോ ഇവനെ? റോക്കി ചോദിച്ചു. ഈ നായല്ലേ അന്ന് കിഷോറിനെ? അതിവൻ തന്നെയാണ്. ഇവൻ ക്ലീറ്റസിന്റെ അരുമയാണ്. നിന്റെ ചേച്ചി ശരണ്യയ്ക്കും ഇവനറിയാം. അതും പറഞ്ഞ് ആ വീടിനകത്തേക്ക് റോക്കി കയറി. ആന്റണി ചാവി, റോക്കി പറഞ്ഞപ്പോൾ ആന്റണി തന്റെ പോക്കറ്റിൽ നിന്നും ചാവി എറിഞ്ഞിട്ട് കൊടുത്തു.
റോക്കി അത് ക്യാച്ച് പിടിച്ചു. എന്നിട്ട് ആ വീടിന്റെ ഡോർ തുറന്നു. സാധനങ്ങളൊക്കെ അകത്ത് കയറ്റി വെക്കേ. കീർത്തന സാധനങ്ങളൊക്കെ അകത്തേക്ക് കയറ്റി വെച്ചു. റോക്കി രാധികയെ പൊക്കി അകത്തേക്ക് കയറ്റി. അകത്തൊരു കട്ടിലുണ്ടായിരുന്നു. രാധികയെ കട്ടിലിൽ ഇരുത്തി. ആന്റണി കാറിന്റെ പുറകിൽ നിന്നും വീൽചെയർ എടുത്തുകൊണ്ട് വന്നു. അകത്ത് നിവർത്തിയിട്ടു. ഇത് എന്റെ വീടാണ്, ഇവിടെ ആരും വരില്ല നിങ്ങളെ ശല്യപ്പെടുത്താൻ. കീർത്തന അതിന് മറുപടി പറഞ്ഞില്ല. റോക്കി ചുണ്ടത്ത് ഒരു സിഗരറ്റ് വെച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി. ആന്റണി, നമുക്കൊരു ചെറിയ പണി കൂടിയുണ്ട്, റോക്കി ആന്റണിയോട് പറഞ്ഞു. ജീപ്പ് ഒതുക്കിയിട്ട ശേഷം ജീവൻ തോമസ് ജീപ്പിൽ നിന്നിറങ്ങി. വീടിന്റെ കോളിംഗ് ബെല്ലടിച്ചു. ആരും തുറക്കുന്നില്ല. 2 പ്രാവശ്യം അടിച്ചിട്ടും തുറക്കാതെ വന്നപ്പോൾ ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് തള്ളി ഡോറ് തുറന്നു. ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല എന്ന് അപ്പോഴാണ് മനസ്സിലായത്. അകത്ത് വെളിച്ചമില്ല. ഇതെന്താണ് വാതിലും ചാരി ഇരുട്ടത്തിരിക്കുന്നു? ജീവൻ തോമസ് ലൈറ്റിട്ടു. അടുത്ത നിമിഷം തന്നെ നടുങ്ങിപ്പോയി. തന്റെ ഭാര്യയുടെയും മകളുടെയും അടുത്ത് കുറേ ആളുകൾ. ഭാര്യയും മകളും ഭയന്നിരിക്കുന്നു. അവരിലൊരാൾ ജെയിംസാണ്, അലക്സിന്റെ അനിയൻ. ജെയിംസ് ഒരു ചിരിയോടെ എഴുന്നേറ്റ് ജീവൻ തോമസിന്റെ അടുത്തേക്ക് ചെന്നു. അയാളുടെ മുന്നിൽ നിന്ന് കവിളിൽ അമർത്തി നുള്ളി. കൊച്ചു കള്ളൻ, ഞങ്ങളന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീർത്തനയെ അമ്മയും കടത്തിക്കൊണ്ടു പോകുന്ന കാര്യം പറഞ്ഞിട്ട് പോയ ഉടനെ തന്നെ ആ വിവരം അവരെ വിളിച്ച് പറഞ്ഞു അല്ലേ? ജീവൻ തോമസ് പതറിപ്പോയി. തന്റെ ഭാര്യയുടെ അടുത്തിരിക്കുന്നവൻ ഇടത് കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് വലത് കൈയിൽ മൂർച്ചയുള്ള കടാര അവളുടെ കഴുത്തിൽ കൂടി അമർത്തി. അവള് ഭയന്നിരിക്കുകയാണ്. കിടുകിട വിറയ്ക്കുന്നുണ്ട്. ജെയിംസ്, അവരൊന്നും ചെയ്യരുത്. എന്തേലും ചെയ്യണമെങ്കിൽ എന്നെ ചെയ്തോ, അവരെ വെറുതെ വിട്. അങ്ങനെ വെറുതെ വിടുന്ന ശീലം കല്ലൂക്കാരന്മാർക്കില്ലടാ. നിന്റെ കുടുംബത്തോടെ കത്തിക്കാനാ ചേട്ടന്റെ ഓർഡർ. അതും പറഞ്ഞുകൊണ്ട് ജെയിംസ് ഒരു പിസ്റ്റൾ എടുത്ത് ജീവൻ തോമസിന്റെ താടിയിൽ അമർത്തിപ്പിടിച്ചു. ജീവൻ തോമസ് കണ്ണുകൾ ഇറുക്കി അടച്ചു. നിനക്ക് മരിക്കാൻ പേടിയുണ്ടോടാ? ജെയിംസ് ചോദിച്ചു. എനിക്കും മരിക്കാൻ ഭയമില്ല, പക്ഷേ എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, അവരെ കൊല്ലരുത്. ഞാൻ മരിക്കുന്നത് അവർ കാണുകയും ചെയ്യരുത്, വിറച്ചുകൊണ്ട് ജീവൻ പറഞ്ഞു. കൊള്ളാം, കുടുംബസ്നേഹമുണ്ട് ഇവന്. ഭയന്നു നിൽക്കുന്ന ജീവൻ തോമസിന്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് ജെയിംസ് പറഞ്ഞു. ശരി, നീ മരിക്കുന്നത് ഇവർ കാണില്ല. ഇവരെ രണ്ടുപേരെയും കൊല്ലാതെ വിടുകയും ചെയ്യാം. പക്ഷെ മറ്റൊരു കാഴ്ച നീ കാണേണ്ടി വരും. നീ മാത്രല്ല, നിന്റെ മകളും. ജെയിംസ് ജീവൻ തോമസിന്റെ അടുത്തേക്ക് ചെന്നു. അയാളുടെ ചെവിട്ടിൽ തന്റെ ചുണ്ട് ചേർത്തു. നിന്റെ ഭാര്യയുണ്ടല്ലോ, അവളെ ഞങ്ങളെല്ലാവരും കൂടി റേപ്പ് ചെയ്യുന്നത് നിങ്ങൾ കാണേണ്ടി വരും. ജെയിംസ് അത് പറഞ്ഞതും ജീവൻ തോമസിന്റെ കണ്ണ് ചുവന്നു. അടുത്ത നിമിഷം തന്നെ തലകൊണ്ട് ജെയിംസിനെ ആഞ്ഞടിച്ചു ജീവൻ തോമസ്. ജീവന്റെ തലകൊണ്ടുള്ള ഇടി നേരെ ചെന്ന് കൊണ്ടത് ജെയിംസിന്റെ മൂക്കിനിട്ടാണ്. ഇടികൊണ്ട് ഉടനെ മൂക്കിൽ നിന്നും രക്തം വാർന്നു. തന്റെ തല മരവിച്ചെന്ന് തോന്നിപ്പോയി ജെയിംസിന്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിന്റെയൊക്കെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നിട്ടുണ്ട്. നീയൊക്കെ പറഞ്ഞേൽപ്പിച്ചത് അക്ഷരം പ്രതി അനുസരിച്ച് ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് നീതികേട് കാട്ടിയിട്ടുണ്ട്. നിനക്കൊക്കെ വേണ്ടി നിരപരാധികളായ പാവപ്പെട്ടവരെ ദ്രോഹിച്ച് നിന്റെയൊക്കെ കാഴ്ചവട്ടിൽ കിടന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു മരണം എനിക്ക് ആവശ്യമാണ്. ഞാനിത് അർഹിക്കുന്നു. പക്ഷേ എൻ്റെ ഭാര്യയോ ഒന്നും അറിയാത്ത എൻ്റെ മകളോ ഇതൊന്നും അർഹിക്കുന്നില്ല. പച്ച മലയാളത്തിൽ തന്നെയാണ് നിന്നോട് ഞാൻ പറഞ്ഞ്. എന്നെ ശിക്ഷിച്ചോ, എൻ്റെ ഭാര്യയും മകളെയും വെറുതെ വിടാൻ. ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ജീവൻ തോമസ്. അപ്പോഴേക്കും വേദന സഹിച്ച് ജെയിംസ് എഴുന്നേറ്റ് വന്നു. എന്നെ ആക്രമിക്കാനും മാത്രം വളർന്നോടാ നീ? ജെയിംസ് ജീവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ഗുണ്ടകളിൽ 2 പേർ ജീവൻ തോമസിനെ 2 കൈകൾ പുറകിലാക്കി പിടിച്ച് ജെയിംസിന്റെ മുന്നിൽ നിർത്തിക്കൊടുത്തു. ജെയിംസ് തന്റെ കലി തീരും വരെ ജീവനെ അടിച്ചു. ജീവന്റെയും ഭാര്യയും മകളും വാവിട്ട് കരഞ്ഞു. ഡാ, കൈ വേദനിക്കുന്നു. നിന്റെ കയ്യിലിരിക്കുന്ന ഇരുമ്പ് വടിങ്ങതാ, ഒരു ഗുണ്ടയോട് ജെയിംസ് പറഞ്ഞു. അവൻ കയ്യിലിരിക്കുന്ന ഇരുമ്പ് വടി ജെയിംസിനെ എറിഞ്ഞിട്ട് കൊടുത്തു. അയ്യോ വേണ്ട, ഭാര്യ അലറിക്കരഞ്ഞു. മിണ്ടരുത്, തന്റെ ചൂണ്ടുവിരൽ ചുണ്ടിൽ അമർത്തിക്കൊണ്ട് ജെയിംസ് അവളോട് പറഞ്ഞു. ആ നിമിഷം തന്നെ ഇരുമ്പ് വടി ഉയർത്തി കറക്കി ജീവന്റെ മുഖത്തടിച്ചു. ജീവന്റെ മുഖത്തു നിന്നും ചോര തെറിച്ചു. അത് കണ്ടുകൊണ്ട് ജീവന്റെ മകള് വാവിട്ട് കരഞ്ഞു. ആ നിമിഷം തന്നെ ജീവന്റെ ഭാര്യ കുഴഞ്ഞു വീണു. അടുത്ത നിമിഷം തന്നെ ജീവന്റെ മകൾ തന്റെ അടുത്ത് നിൽക്കുന്നവനെ തള്ളിമാറ്റി മുന്നോട്ടോടി. മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ഓടിവായോ, ഞങ്ങളെ രക്ഷിക്കണേ, മുൻപിലെ ഇരുട്ടിലേക്ക് നോക്കിയാണ് കുട്ടി നിലവിളിച്ചു പറഞ്ഞത്. എന്തു നോക്കി നിൽക്കാടാ, പോയി ആ നശുലത്തിനെ പിടിച്ചോണ്ട് വാ, ജെയിംസ് ഒരു ഗുണ്ടയോട് ആജ്ഞാപിച്ചു. തടിമാടനായ അവൻ എഴുന്നേറ്റ് മുമ്പിലേക്ക് ചെന്നു. പെട്ടെന്ന് ആരോ ചവിട്ടിയതുപോലെ അവൻ തെറിച്ചു വീണു. അവൻ ചെന്ന് വീണത് ജെയിംസിന്റെ തൊട്ടടുത്ത്. എല്ലാവരും പരസ്പരം നോക്കി. എന്താണ്, എന്തുപറ്റി? ജെയിംസ് അവനോട് ചോദിച്ചു. ആരോ എന്നെ ചവിട്ടി, അവൻ കിടന്നുകൊണ്ട് തന്നെ ജെയിംസിനോട് പറഞ്ഞു. ആരാടത്? ജെയിംസ് അത് പറഞ്ഞ ഉടനെ മുൻവശത്തെ വാതിൽ കടന്ന് ജീവന്റെ മകളുടെ കൈ പിടിച്ചുകൊണ്ട് റോക്കി കയറി വന്നു. തന്റെ കൈകൾ ഫ്രണ്ടിൽ കെട്ടിവെച്ചുകൊണ്ട് റോക്കി ജെയിംസിന് മുന്നിൽ നിന്നു. നിലത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്ന ജീവന്റെ ഭാര്യയെയും മുഖത്തു നിന്ന് രക്തം വന്ന് തളർന്നിരിക്കുന്ന ജീവനെയും നോക്കി. എന്താണിത്, ഒരു വീട്ടിൽ കയറി ചെന്ന് ഇങ്ങനെയാണോ പെരുമാറുന്നേ? റോക്കി പരുഷമായി ചോദിച്ചു. അത് പറയാൻ നീ ആരാടാ?
ജെയിംസ് തിരിച്ചു ചോദിച്ചു. റോക്കി താൻ ചവിട്ടി തെറിപ്പിച്ച ഗുണ്ടിയുടെ നെഞ്ചിൽ തന്റെ വലതുകാല് ചവിട്ടി നിന്നു. ഞാൻ ആരാണെന്ന് നിന്റെ ഈ കിടക്കുന്നവന് ഒറ്റ ചവിട്ട് കൊണ്ട് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താടാ, നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? താഴോട്ട് കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് റോക്കി പറഞ്ഞു. മനസ്സിലായി മനസ്സിലായി, അവൻ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. എങ്കി പറ, ഞാൻ ആരാ? റോക്കി, അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. അതെ റോക്കി, ഇനി നിനക്ക് വല്ലതും അറിയാനുണ്ടോ? വേണമെങ്കിൽ നിന്റെ അനിയനെ കൊന്നത് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. റോക്കി അത് പറഞ്ഞതും ജെയിംസ് തുറിച്ചു നോക്കി. അതേടാ, ഈ ഞാൻ തന്നെയാണ് നിന്റെ അനിയനെ മുകളിലേക്ക് പറഞ്ഞു വിട്ടെ. ഇനി നിന്റെ വിധിയും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ. അത് കേട്ടതും ജെയിംസ് ചാടി എഴുന്നേറ്റ് റോക്കിയുടെ നേരെ ചെന്നു. റോക്കി നിന്ന നിൽപ്പിൽ തന്നെ വട്ടം കറങ്ങി കാലുകൊണ്ട് ജെയിംസിന്റെ മുഖത്തടിച്ചു. വായിൽ നിന്നും ചോര തെറിച്ച് ജെയിംസ് മറിഞ്ഞു വീണു. അതോടെ ഗുണ്ടകൾ ചാടി എഴുന്നേറ്റ് റോക്കിക്ക് നേരെ ചെന്നു. അപ്പോഴേക്കും റോക്കിയുടെ ആളുകൾ കയറി വന്നു. അത് കണ്ട് ജെയിംസിന്റെ ഗുണ്ടകൾ ഒന്നറച്ചു. നിങ്ങൾ പുറത്തു നിന്നാൽ മതി, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, തന്റെ ആളുകളോട് റോക്കി പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ തന്റെ നേരെ പാഞ്ഞു വന്ന ആ ഗുണ്ടകൾക്ക് നേരെ റോക്കി ചാടി വീണു. പൊരിഞ്ഞടിയായിരുന്നു ആ വീടിനുള്ളിൽ. പാത്രങ്ങളും കബോർഡുകളും മേശയും തകർന്നു വീണു. എല്ലാവരെയും തൂക്കിയെടുത്ത് വെളിയിലിട്ടു റോക്കി. ഗുണ്ടകളെല്ലാം അവശരായിരുന്നു. റോക്കിയുടെ ശക്തമായ ഇടികൊണ്ട് പലരുടെയും മൂക്കും ചുണ്ടുമെല്ലാം തകർന്നു പൊട്ടിയിരുന്നു. പല്ല് തകർന്ന് നിലത്ത് വീണിരുന്നു പലരുടെയും. പലയിടത്തും ചോര തലം കെട്ടിക്കിടന്നു. ഒന്നു ഞെരങ്ങാൻ പോലും അവർക്കാർക്കും കഴിഞ്ഞില്ല. മർമ്മസ്ഥാനത്തുള്ള പ്രഹരായിരുന്നു ഏറ്റത്. റോക്കി ജെയിംസിനെ തൂക്കിയെടുത്ത് മുന്നിൽ നിർത്തി. നിനക്ക് ഞാനൊരു അവസരം കൂടി തരാം. ഓടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്. അങ്ങനെ രക്ഷപ്പെട്ടാൽ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടും, അതുറപ്പ്. റോക്കി അത് പറഞ്ഞതും പ്രതീക്ഷയോടെ ജെയിംസ് മുന്നോട്ട് കുതിച്ചു. അപ്പോഴേക്കും അവശതയെ പോലും അവഗണിച്ച് ജീവൻ ഇറങ്ങി വന്നു. സാറിന്റെ അധികാരികളെ വിളിച്ചു പറ. സാറിനെ ആക്രമിക്കാൻ വന്നവർ അവശരായി ഇവിടെ കിടപ്പുണ്ടെന്ന് ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാൽ മതി, ജീവനോട് റോക്കി പറഞ്ഞു. അപ്പോൾ ജെയിംസ്? സംശയത്തോടെ ജീവൻ ചോദിച്ചു. അവന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനല്ല, ദൈവമാണ്. അവന് വിധിച്ചിട്ടുള്ളത് അവന് കിട്ടും. റോക്കി പറഞ്ഞത് എന്താണെന്ന് ജീവന് വ്യക്തമായി മനസ്സിലായില്ല. അതേസമയം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ജെയിംസ്. അലക്സിനെ വിളിച്ചു പറയാന്ന് വെച്ചാ ഫോണ് കാണുന്നില്ല. ജെയിംസ് മുന്നോട്ടോടി. പെട്ടെന്ന് എന്തിലോ തട്ടി അയാൾ മറിഞ്ഞു വീണു. സമയം രാത്രി 12 മണിയായി കാണും. എന്തോ മുരളുന്ന ശബ്ദം ജെയിംസിന്റെ കാതുകളിൽ മുഴങ്ങി. ഇരുട്ടിൽ എന്തോ തിളങ്ങുന്നു. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ജെയിംസ് കണ്ടു. അതൊരു കറുത്ത നായയാണ്. ജെയിംസിന്റെ തൊണ്ടയിലെ വെള്ളം വറ്റി. ശരീരം വിറച്ചു. അരുത്, എന്നെ കൊല്ലരുത്. ആ നായയുടെ നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് ജെയിംസ് കെഞ്ചി. കൈകൾ കൂപ്പി കെഞ്ചിയിട്ടൊന്നും ഒരു കാര്യമില്ല ജെയിംസേ. ശബ്ദം കേട്ട് ജെയിംസ് തിരിഞ്ഞു നോക്കി. റോക്കി തന്റെ അടുത്തേക്ക് വരുന്നു. റോക്കി, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. കൈകൾ കൂപ്പി വീണ്ടും കെഞ്ചി ജെയിംസ്. റോക്കിയോ? അപ്പോൾ ആ നിൽക്കുന്നതാരാ? അയാളത് പറഞ്ഞപ്പോൾ ജെയിംസ് തിരിഞ്ഞു നോക്കി. തൊട്ടുപിറകിൽ മറ്റൊരാൾ. എന്താടാ, എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഞാനാണ് റോക്കി. ജീവൻ സാറിന്റെ വീട്ടിൽ വെച്ച് നിന്നെ തല്ലിച്ചതച്ചത്, അവിടെ നിന്നും ഓടിച്ച് ഇവിടെ എത്തിച്ചത് ഞാനാണ്. റോക്കി അത് പറഞ്ഞപ്പോൾ ജെയിംസ് മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി. രണ്ടുപേർക്കും ഒരേ മുഖം. ഒരാൾക്ക് ചെറിയ രീതിയിൽ താടിയുണ്ട്, കട്ടി മീശയുണ്ട്. മറ്റേയാൾക്ക് താടിയില്ല, മീശയ്ക്ക് കനവുമില്ല. ഞാൻ ക്ലീറ്റസ്. നീയൊക്കെ ചേർന്ന് ഇല്ലാണ്ടാക്കിയത് എൻ്റെ എല്ലാമെല്ലാമായ ശരണിയെയാണ്. അവരിലൊരാൾ പറഞ്ഞത് കേട്ട് അമ്പരന്ന് വിറച്ചുകൊണ്ട് ജെയിംസ് ചാടി എഴുന്നേറ്റു. നീ ചത്തില്ലേ? ചത്തിരുന്നെങ്കിൽ നിന്റെ മുന്നിൽ ഞാനിങ്ങനെ വരില്ലല്ലോ. നിന്റെയൊക്കെ കുടുംബത്തിന്റെ നാശം കാണാതെ ഞാൻ തീരില്ല, ക്ലീറ്റസ് പറഞ്ഞു. ഇപ്പൊ ഏകദേശം കാര്യങ്ങളുടെ നീക്കുപോക്ക് നിനക്ക് മനസ്സിലായല്ലോ. ഈ റോക്കി ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള ഒരെണ്ണത്തിനെ തൊടാൻ നീയെന്നല്ല, നിന്റെയൊക്കെ ദൈവം സാക്ഷാൽ സാവിയോ വന്നാലും നടക്കില്ല, റോക്കി പറഞ്ഞു. പ്ലീസ്, എന്നെ ഉപദ്രവിക്കരുത്. എന്തു വേണേലും ഞാൻ തരാം, രണ്ടുപേർക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് ജെയിംസ് പറഞ്ഞു. എങ്കി താടാ, എൻ്റെ ശരണിയെ തിരിച്ചതാ. അതും പറഞ്ഞുകൊണ്ട് ജെയിംസിനെ ആഞ്ഞു ചവിട്ടി ക്ലീറ്റസ്. ജെയിംസ് മറിഞ്ഞു വീണു. അപ്പോഴേക്കും ആ കറുത്ത നായ ജെയിംസിന്റെ നേരെ ചാടി വീണു. ആ ഇരുട്ടിൽ ജെയിംസിന്റെ നിലവിളി മുഴങ്ങി. പുറത്ത് നല്ല ശക്തമായ മഴ, ഇടിമിന്നലും ഉണ്ട്. ദർശന ഉറക്കം കിട്ടാതെ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു. തൊട്ടടുത്ത് തന്നെ ചിന്നുമോള് സുഖമായി ഉറങ്ങുന്നു. ദർശന അവളുടെ മുടിയിൽ തലോടി. അവളെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു നീറ്റൽ ദർശനയ്ക്ക് അനുഭവപ്പെട്ടു. ഒരു ചതിയുടെ നീറ്റൽ. ദർശന കണ്ണുകൾ മുറുക്കി അടച്ചു. ആദ്യ പ്രണയവും, എന്നാൽ സാധാരണക്കാരായ അയാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ കോടീശ്വരനായ അലക്സാണ്ടറിന്റെ അനിയൻ ജെയിംസിന്റെ കൂടെ ജീവിക്കുന്നതാണ് ഉചിതമെന്ന് തോന്നി ആദ്യ പ്രണയത്തെ വഞ്ചിച്ചു. ജെയിംസിന്റെ മുന്നിൽ തലകുനിച്ചു കൊടുത്തു. തന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. സുഖകരമായ ജീവിതം, 3 നില വീട്, അതിനകത്ത് എല്ലാ മുറിയിലും AC, രാജകീയ ജീവിതം തന്നെ. എന്നാൽ ആദ്യം പ്രണയിച്ച ആളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ
ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമായിരുന്നു. പെട്ടെന്ന് ശക്തമായ ഇടിമിന്നലുണ്ടായി. ദർശന സ്വപ്നലോകത്തിൽ നിന്നും ഞെട്ടി. ക്ലോക്കിൽ സമയം നോക്കി. 2 മണി കഴിഞ്ഞു. നേരം വെളുക്കാൻ ഇനിയും കുറച്ച് മണിക്കൂറുകൾ മാത്രം. ഈ ജെയിംസ് ഇത് എവിടെ പോയി കിടക്കുന്നു? അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കി നിന്നു. മഴ പെയ്ത് കാണാൻ നല്ല ഭംഗിയാണ്. പണ്ട് പ്രണയിച്ചിരുന്ന സമയത്ത് എത്ര മഴയാണ് കൊണ്ടിരിക്കുന്നേ. എന്താ ഇവിടെ നിൽക്കുന്നേ? ശബ്ദം കേട്ട് ഞെട്ടി ദർശന തിരിഞ്ഞു നോക്കി. അലക്സാണ്ടറാണ്. ചേട്ടാ, ജെയിംസ് ഇതുവരെ വന്നില്ല, ദർശന പറഞ്ഞു. അവൻ വന്നോളും. അവനെ ഞാനൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തീർത്തിട്ട് അവൻ വന്നോളും. നീ പോയി കിടക്കാൻ നോക്ക്. അത്രയും പറഞ്ഞിട്ട് അലക്സാണ്ടർ തിരിച്ചുപോയി. എന്തു ജോലിയാണാവോ അദ്ദേഹം ജെയിംസിനെ ഏൽപ്പിച്ചിരിക്കുന്നേ? കുറച്ചു കാലങ്ങളായി ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ഇത്രയും നാളും കല്ലൂക്കാരന്മാരുടെ പേര് കേട്ടാ എല്ലാവരും ഭയക്കുമെന്ന് വിശ്വാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കിഷോറിന്റെ മരണം, അതൊരു നടുക്കമായി ഇപ്പോഴും മനസ്സിലുണ്ട്. ആരാണത് ചെയ്തത്? ഇപ്പോൾ ജെയിംസ്. ഈശ്വരാ, അരുതാത്തതൊന്നും സംഭവിച്ചിട്ടുണ്ടാവരുതേ. ദർശന കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണിലെവിടെയൊക്കെയോ പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം. പണ്ടൊക്കെ രാത്രിയിൽ പട്ടി കുരയ്ക്കുന്നത് കേൾക്കുമ്പോൾ ഭയാണ്. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ഭയം. പണ്ട് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരിച്ചവരുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ കാലൻ വരുമ്പോഴാണ് നായകൾ കുരയ്ക്കുന്നതെന്ന്. അതങ്ങനെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാവും രാത്രികാലങ്ങളിലെ നായകളുടെ കുരച്ചിൽ ഒരു ഭയമായി ഉള്ളത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ മരണം നടന്ന ഇതുപോലെ നായകൾ കുരയ്ക്കുന്ന ശബ്ദം കേൾക്കാം. അവിടെ അധികം നേരം നിൽക്കാതെ ദർശനകത്തേക്ക് കയറി. അവിടെ നിന്ന് അരുതാത്ത ചിന്തകൾ മനസ്സിലൂടെ കടന്നു വരും. ദർശനം മുറിയിൽ കയറി വാതിലടച്ച് കുഞ്ഞിന്റെ അരികിൽ തന്നെ കിടന്നു. എപ്പോഴൊക്കെയോ മയങ്ങിപ്പോയി. പിറ്റേന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ട് ദർശന ഞെട്ടി എഴുന്നേറ്റു. തൊട്ടടുത്ത് നോക്കി. ജെയിംസ് ഇതുവരെ വന്നില്ലേ? അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ജോലിക്കാരി സരള എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദർശനെ കണ്ടപ്പോൾ അവളൊന്നും പരിങ്ങി. എന്താ ചേച്ചി ഇവിടെ ഒച്ചയും ബഹളമൊക്കെ? ദർശന ചോദിച്ചു. ഒന്നുമില്ല കുഞ്ഞേ, പരിങ്ങലോടെ സരള പറഞ്ഞു. എന്തോ ആ പറഞ്ഞതിൽ ദർശനയ്ക്ക് അത്ര വിശ്വാസം ഉണ്ടായില്ല. എന്തോ സംഭവമുണ്ട്. അലക്സേട്ടൻ എവിടെ? ദർശന ചോദിച്ചു. അറിയില്ല, ഒരു കോള് വന്ന് ഉടനെ പോയി. വർക്കിയങ്കിളോ? രണ്ടുപേരും കൂടിയാ പോയെ. അത്രയും പറഞ്ഞ് ദർശനയ്ക്ക് മുഖം കൊടുക്കാതെ അവർ വേഗം അകത്തേക്ക് കയറിപ്പോയി. എന്തോ ഒരു വിറവൽ ദർശനയ്ക്ക് അനുഭവപ്പെട്ടു. എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ട്, ഉറപ്പ്. സരള ചേച്ചി എന്തോ ഒളിക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. ജെയിംസ് ഇതുവരെ വന്നില്ലല്ലോ. ഇനി അവൻ എന്തെങ്കിലും? തന്റെ കാലുകൾ തളരുന്നത് പോലെ തോന്നി ദർശനയ്ക്ക്. ബോൾഗാട്ടിയിൽ നിന്നും പാലം താഴേക്കിറങ്ങി. അലക്സിന്റെ കാർ പാലത്തിന്റെ സൈഡിൽ കൂടി വലതുവശത്തേക്ക് എടുത്തു. അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ കായലിനരികിൽ ആൾക്കൂട്ടം കണ്ടു. പോലീസുകാരും അവിടെ നിപ്പുണ്ട്. അലക്സാണ്ടർ കാർ സൈഡിൽ ഒതുക്കി നിർത്തി. അതിൽ നിന്ന് ഇറങ്ങി. കൂടെ വർക്കിയുണ്ടായിരുന്നു. അവരെ കണ്ട് CI മോഹൻ അടുത്തേക്ക് വന്നു. വരൂ, അവിടെയാണ് കിടക്കുന്നേ. വിറയ്ക്കുന്ന കാലുകളോടെ അലക്സാണ്ടർ മുന്നോട്ട് നടന്നു. വല്ലാത്തൊരു നെഞ്ചിടിപ്പ്. അലക്സാണ്ടർ അടുത്തെത്തിയതും ആളുകൾ ഒഴിഞ്ഞുമാറി നിന്നു. അവരുടെ ഇടയിലൂടെ അലക്സാണ്ടർ മുന്നോട്ട് നടന്നു. ഒടുവിൽ നിന്നു. കായലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന ചെറിയ ബോട്ട്. അതിൽ അടിവസ്ത്രം മാത്രം ധരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരം. ബോട്ടിന്റെ മുകൾ ഭാഗം കവർ ചെയ്യാത്തതുകൊണ്ട് കിടക്കുന്ന ആളെ വ്യക്തമായി കാണാം. വള്ളത്തിൽ പോകുന്നവരാണ് ആദ്യം ഇത് കണ്ടത്, മോഹനം പറഞ്ഞു. അലക്സാണ്ടർ മറുപടി പറഞ്ഞില്ല. അയാളുടെ കണ്ണുകൾ ഈച്ചകൾ പാറിപ്പറക്കുന്ന, പാതി കണ്ണു തുറന്നു കിടക്കുന്ന ജെയിംസിന്റെ മൃതദേഹത്തിന്റെ മേലെയായിരുന്നു. തന്റെ ശരീരം മരവിച്ചു പോകുന്നത് പോലെ തോന്നി അലക്സിന്. ഒരാളുടെ മൃതദേഹം ഇപ്പോഴും ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ. ഇതെല്ലാം ചെയ്തവനെ തീർത്തതിനു ശേഷം മാത്രമേ അവന്റെ മൃതദേഹം അടക്കം ചെയ്യുന്നതെന്ന വാശിയിലായിരുന്നു താൻ. ഇപ്പോഴിതാ അടുത്തയാളും. പകയും ദേഷ്യവും സങ്കടവും എല്ലാം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. പെട്ടെന്ന് അലക്സാണ്ടറിന്റെ ഫോൺ ബെല്ലടിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ സൈമൺ ആണ്. ഭയന്ന് വിറച്ച് അയാൾ പറയുന്നത് കേട്ട് അലക്സാണ്ടറിന്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. അടുത്ത നിമിഷം തന്നെ അയാൾ മുന്നിലേക്ക് തന്റെ കാറിലേക്ക് കയറി. കാർ അവിടെ നിന്നും തിരിച്ചു മുന്നോട്ട് പോയി. ഒരു ആംബുലൻസ് പോകുന്നത് അപ്പോൾ കണ്ടു. ജെയിംസിന്റെ മൃതദേഹം കൊണ്ടുപോകാനുള്ള പോക്കാണ്. തന്റെ കാർ അമിത വേഗത്തിൽ അയാൾ മുന്നോട്ടേക്ക് പായിച്ചു. നേരെ ഹോസ്പിറ്റലിന്റെ മോർച്ചറിക്ക് മുന്നിലെത്തി. 2-3 പേര് നിൽപ്പുണ്ടായിരുന്നു. അലക്സാണ്ടർ പാഞ്ഞു ചെന്ന് മോർച്ചറി സൂക്ഷിപ്പുകാരനെ കരണത്തടിച്ചു. എന്താണ് സംഭവിച്ചത് ഇവിടെ? അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലക്സാണ്ടർ അലറി. എനിക്കൊന്നും അറിയില്ല സാറേ, ഞാനിവിടെ ഉറങ്ങുമായിരുന്നു. ശബ്ദമൊന്നും കേട്ടില്ല. നേരം വെളുത്തപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. ആരോ കയറിയതുപോലെ തോന്നി. അകത്ത് കയറി എല്ലായിടവും പരിശോധിച്ചു.
അപ്പോഴാണ് അറിഞ്ഞത് കിഷോർ കുഞ്ഞിന്റെ മൃതദേഹം കാണാനില്ല. അയാളത് പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ സൈമൺ അവിടെ എത്തി. എടോ, താൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി? ഇപ്പോഴും നല്ല മണം വരുന്നുണ്ടല്ലോ, ഡോക്ടർ സൈമൺ ചോദിച്ചു. അത് പിന്നെ സാറേ, ഈ മോർച്ചറിക്കകത്ത് മുഴുവൻ ശവങ്ങളല്ലേ, അതുകൊണ്ട് ഭയം തോന്നാതിരിക്കാൻ ചെറുതൊന്നടിച്ചു. അതെല്ലാ ദിവസവും ഞാൻ അടിക്കാറുണ്ട്. ദേഷ്യം കയറി അലക്സാണ്ടർ വീണ്ടും അവന്റെ മുഖത്തടിച്ചു. പോലീസിൽ വിവരം അറിയിച്ചിട്ടില്ല, സാറിനോട് പറഞ്ഞിട്ടാവാന്ന് കരുതി, ഡോക്ടർ സൈമൺ പറഞ്ഞു. എന്തു ചൊറിയും കുത്തി നോക്കിയിരിക്കുവാടോ ഇവിടെ ഉള്ളവര്. ഒരു മൃതദേഹം ഇവിടുന്ന് കാണാതായിട്ട് ആരും അറിഞ്ഞില്ലെന്നോ? ഇവനറിയാം, ഇവൻ അറിഞ്ഞുകൊണ്ടാ പോയിരിക്കുന്നെ. ഇതറിഞ്ഞ് സഹായിച്ച വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റയെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. ആ നിമിഷം തന്നെ അലക്സാണ്ടറിന്റെ ഫോൺ ബെല്ലടിച്ചു. അലക്സാണ്ടർ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ അലക്സാണ്ടർ, നീ ഇപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്നറിയാം. ഒരനിയൻ മരിച്ചു, മറ്റേ അനിയന്റെ മൃതദേഹം കാണാനില്ല. എല്ലാം ഒരു ദിവസം തന്നെ, കഷ്ടം തന്നെ. ആരടാ നീ? ഡാഷ് മോനെ. അയ്യോ, നീ എന്തിനാണ് നിന്റെ കുടുംബത്തിലുള്ളവരുടെ പേരൊക്കെ എന്നെ വിളിക്കുന്നേ? നീ നിന്റെ വീടിൽ ചെന്ന് നോക്ക്, മോർച്ചറിയിൽ നിന്ന് കാണാതായ മൃതദേഹം അവിടെയുണ്ടാവും. ഫോൺ കട്ടായി. അപ്പോഴേക്കും ബാസ്റ്റിനും കൂട്ടരെത്തി. അലക്സാണ്ടർ തനിക്ക് വന്ന കോൾ നമ്പർ ബാസ്റ്റിനെ ഏൽപ്പിച്ചു. ഇതിപ്പോ എന്നെ അവൻ വിളിച്ച നമ്പറാണ്. അവന്റെ നമ്പർ ആവാൻ വഴിയില്ല, പക്ഷേ ഈ നമ്പർ ആരുടേതാണെന്ന് അറിയണം. ആ നമ്പറിന്റെ ആള് ഒരു പക്ഷേ അവനെ കണ്ടു കാണും. എത്രയും പെട്ടെന്ന് എനിക്ക് അവനെ ജീവനോടെ കിട്ടണം. അലക്സാണ്ടർ നിന്ന് വിറച്ചു. ബാസ്റ്റിനും സംഘവും ആ നമ്പറുമായി ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും ആംബുലൻസിൽ ജെയിംസിന്റെ മൃതദേഹം അവിടെ എത്തി. വർക്കി ഇവിടെ ഉണ്ടാവണം, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് വരട്ടെ. വർക്കിയെ എല്ലാം ഏൽപ്പിച്ച് അലക്സാണ്ടർ കാറിൽ കയറിപ്പോയി. ഒരു വാഗമൺ ഗോഡൌണിന് മുന്നിൽ വന്ന് നിന്നു. 3-4 തടിമാടന്മാർ എസ് ഐ പ്രേമനെ അതിൽ നിന്നും പിടിച്ചിറക്കി വലിച്ചഴിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അയാളുടെ മുഖത്തും ശരീരത്തും അടികൊണ്ട പാടുകൾ ഉണ്ടായിരുന്നു. അവർ പ്രേമനെ തൂക്കിയെടുത്തെറിഞ്ഞു. മുന്നിൽ നിൽക്കുന്ന സാവിയോയുടെ കാൽ കീഴിൽ അയാൾ വന്ന് വീണു. സാവിയുടെ മുഖം കണ്ടതും പ്രേമൻ നടുങ്ങി. എന്താ പ്രേമ, DVSP രാജീവ് കൃഷ്ണന്റെ മുന്നിൽ നീ കുമ്പസാരിച്ചെന്ന് കേട്ടല്ലോ, നേരാണോ? പ്രേമനെ പിടിച്ചുയർത്തിക്കൊണ്ട് സാവിയോ ചോദിച്ചു. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല സർ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല, പ്രേമൻ പറഞ്ഞു. പ്രേമൻ അത് പറഞ്ഞു കഴിഞ്ഞതും സാവിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കണ്ട് നടുങ്ങി. SI ജോസഫ് പത്രോസ്. അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി. ഇത് ജോസഫ് പത്രോസ്, എൻ്റെ ആളാണ്. പാവം രാജീവ് കൃഷ്ണൻ ഇതറിയില്ല. നിനക്കത് അറിയില്ലായിരുന്നു അല്ലേ? സാവിയോ പ്രേമനെ ഇരുതോളിലുമായി പിടിച്ചു നിർത്തി. ഇനി പറയൂ പ്രേമ, നീ DVSP രാജീവ് കൃഷ്ണനോടെല്ലാം പറഞ്ഞില്ലേ? നീ ഇപ്പോൾ സ്വയം പുണ്യാളനാകാൻ പോവുകയാണല്ലേ? സാറേ, വേറൊരു നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് സാറേ ഞാൻ അങ്ങനെ ചെയ്തേ. കിഷോറിനെയും മറ്റും കൊന്ന ആ കൊലയാളി എന്നെയും കൊല്ലും. അതോർത്ത് ഭയന്നിട്ടാണ് ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടുമെന്നാണോ നീ കരുതിയേ? അത് പറയുമ്പോൾ സാവിയുടെ മുഖം ക്രൂരമായിരുന്നു. അതിവേഗത്തിൽ പാഞ്ഞു വന്ന കാർ ഒതുക്കി നിർത്തി അലക്സാണ്ടർ ചാടിയിറങ്ങി. വീടിനകത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ പുറത്ത് നായ്ക്കളുടെ ശബ്ദം കേട്ടു. സംശയം തോന്നി അവിടേക്ക് ചെന്നു. നായകൾ എന്തോ കടിച്ചു വലിക്കുന്നു. അതൊരു മനുഷ്യനാണെന്ന് മനസ്സിലായ അലക്സാണ്ടർ നടുങ്ങി. പതറി നിന്നുപോയി അലക്സാണ്ടർ. അടുത്ത നിമിഷം തന്നെ അയാൾ ഉച്ചത്തിൽ അലറി. ജോലിക്കാരും മറ്റും ഓടി വന്നു. എടാ, നായകളെ പിടിച്ചു മാറ്റ്, അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ജോലിക്കാരും ഒരു നിമിഷം അന്താളിച്ചുപോയി. അത്ര ഭീകരമായിരുന്നു മുന്നിൽ കാണുന്ന കാഴ്ച. ഒരു മനുഷ്യരൂപത്തെ നായകൾ വലിച്ചു പറിക്കുന്നു. ജോലിക്കാരിൽ ഒരാൾ ചെടി നനയ്ക്കുന്ന പൈപ്പ് കൊണ്ടുവന്ന് ഫുൾ സ്പീഡിൽ വെള്ളമൊടിച്ച് അതാ നായകളുടെ നേരെ ചീറ്റിച്ചു. ദേഹത്ത് വെള്ളം വീണതും അവ അകന്നു മാറി. മറ്റൊരു ജീവനക്കാരൻ ആ മനുഷ്യന്റെ കാല് പിടിച്ച് പുറത്തേക്കിടാൻ ശ്രമിച്ചു. കാലിൽ പിടിച്ചു വലിച്ചതും അതിന്റെ കൈ അറ്റുപോയി. അതോടെ ഒരു നിമിഷം അയാൾ അറച്ചു നിന്നു. ദേഷ്യം കയറി അലക്സാണ്ടർ ആ മനുഷ്യനെ വലിച്ചു പുറത്തേക്കിട്ടു. അറ്റുപോയ കൈയും എടുത്ത് പുറത്തേക്കിട്ട ശേഷം നായകളുടെ കൂറ്റൻ ഗേറ്റ് വലിച്ചടച്ചു. ഇരപോയ ദേഷ്യത്തിൽ ഗേറ്റിന്റെ ഭാഗത്ത് നിന്ന് നായകൾ കുരച്ചു. അലക്സാണ്ടർ ആ മൃതദേഹത്തിലേക്ക് നോക്കി. ഒറ്റ നോട്ടത്തിൽ അത് കിഷോറാണെന്ന് പറയുമെങ്കിലും ആ മനുഷ്യരൂപത്തിന്റെ മുഖവും എല്ലാം വികൃതമായിരുന്നു. അതിന്റെ ചുണ്ടും മറ്റു പല ഭാഗങ്ങളും നായകൾ കടിച്ചെടുത്തിരുന്നു. മരിച്ചിട്ട് ആഴ്ചകളായതുകൊണ്ടും ഫ്രീസറിൽ വെച്ചിരുന്നതുകൊണ്ടും അതിന്റെ മുഖത്ത് ചോരപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ചോരമയമില്ലാത്തതുകൊണ്ടും ഫ്രീസറിന്റെ തണുപ്പുള്ളതുകൊണ്ടുമാവാം നായകൾ അമിതമായ താല്പര്യം കാണിക്കാതിരുന്നത്. അല്ലായിരുന്നെങ്കിൽ എല്ലാം കൂടി കടിച്ചു കീറിത്തിന്ന് എല്ല് മാത്രമാക്കുമായിരുന്നു. തളർന്നുപോയ അലക്സാണ്ടറിന്റെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. നേരത്തെ വന്ന നമ്പറിലല്ല, മറ്റൊരു നമ്പറിലാണ് കോൾ വന്നത്. അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. ഇന്നത്തെ കാഴ്ച മനോഹരമായിരുന്നു അലക്സാണ്ടർ. എന്നെ കൊന്നതിന് ശേഷം മറവ് ചെയ്യാൻ വെച്ചിരുന്നതല്ലേ നീ നിന്റെ അനിയന്റെ ശരീരം? ആ ശരീരമാണ് ഞാൻ നിന്റെ നായകൾക്ക് തട്ടിക്കളിക്കാൻ ഇട്ട് കൊടുത്തത്.
ഇനി ഒരുത്തൻ കൂടി ഉണ്ടല്ലോ ജെയിംസ്. അവന്റെ പൊടിയും നീ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നുണ്ടോ? എന്നെ കൊന്നതിന് ശേഷമേ അവനെയും നീ സംസ്കരിക്കൂ എന്നുണ്ടോ? ഫോണിൽ കൂടിയുള്ള ശബ്ദം കേട്ട് അലക്സാണ്ടർ പല്ല് ഞെരിച്ചു. അങ്ങനെ വല്ല പ്ലാന് നിനക്കുണ്ടെങ്കിൽ അലക്സാണ്ടർ, ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. കിഷോറിന്റെ ശരീരം നായകൾ കടിച്ചു കീറി. ജെയിംസിന്റെ ശരീരം കാട്ടാനകൾക്ക് എറിഞ്ഞു കൊടുക്കും ഞാൻ. അതുകൊണ്ട് അത്തരം വാശികളൊന്നും ഇവിടെ വേണ്ട. ഇപ്പോൾ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നീ തന്നെ ചെയ്തു കൂട്ടിയ തെറ്റിന്റെ ഫലാണ്. എടാ, നീ ആരോടാണ് കളിക്കുന്നതെന്ന് നിനക്കറിയില്ല. എന്റെ ഇടവും വലവും ഉള്ള രണ്ടുപേരെയാണ് നീ വെട്ടിമാറ്റി. ഇനി അങ്ങോട്ട് നീ അനുഭവിക്കാൻ പോകുന്നത് അതിഭയങ്കരമായ സംഭവങ്ങളായിരിക്കും. ഒരിക്കലും താങ്ങില്ല നീ അത്. പല്ല് ഞെരിച്ചുകൊണ്ടാണ് അലക്സാണ്ടർ അത് പറഞ്ഞത്. നീ പറയുന്ന ആ ഭീകര രംഗങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അലക്സാണ്ടർ. നീ എന്നോട് പ്രതികാരം ചെയ്യുന്ന നിമിഷങ്ങൾക്കായി ഞാൻ കാത്തിരിക്കാം. ഐ ആം വെയിറ്റിംഗ്. പക്ഷെ ഒന്നുണ്ട്, നിനക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ അത് എന്നോട് മാത്രമായിരിക്കണം. എൻ്റെ കുടുംബത്തിലുള്ളവരെയോ എന്നെ സ്നേഹിക്കുന്നവരെയോ നോവിച്ചാ പിന്നെ നിന്റെ വീട്ടിലിരിക്കുന്ന ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. വീട്ടിലിരിക്കുന്ന വല്യപ്പച്ചന്മാരെയും കൊച്ചാപ്പന്മാരെയും ഉൾപ്പെടെ സ്ത്രീകളെ അടക്കം പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. നിനക്ക് നിന്റെ ശത്രുത മൂലമുള്ള പ്രതികാരം തീർക്കാം, അത് എന്നോട് മാത്രം. മറിച്ചായ ഞാനൊരു മൃഗമായി മാറും. തുടർന്ന് അങ്ങോട്ടുള്ള രംഗങ്ങൾ നീയും താങ്ങില്ല. ഫോൺ കട്ടായി. അലക്സാണ്ടറിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവൻ കളി തുടങ്ങിയിരിക്കുന്നു. വയ്യ, ഇനി ജെയിംസിന്റെ ശരീരം വെച്ചൊരു മത്സരത്തിന് നിൽക്കാൻ വയ്യ. അവൻ പറഞ്ഞതുപോലെ ചിലപ്പോ കാട്ടാനകളുടെ ഇടയിലേക്ക് അവയ്ക്ക് ചവിട്ടിയരയ്ക്കാൻ ഇട്ടുകൊടുക്കും ജെയിംസിന്റെ ശരീരം. അലക്സേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അലക്സിന്റെ വല്യപ്പച്ചനാണ്. മുൻപ് ജെയിംസിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ശവശരീരം വെച്ചിട്ട് മത്സരത്തിന് നിൽക്കരുതെന്ന്. ആത്മാവിന് കിട്ടാത്ത കാര്യമാണ് ഇതൊക്കെ. ഞാനിതൊക്കെ പറയുമ്പോൾ നിനക്കെന്നെ കൊല്ലാനുള്ള ദേഷ്യം കാണുമെന്നറിയാം. എങ്കിലും പറയാതിരിക്കാനാവില്ല. ഒരാൾ മരിച്ചാൽ നേരത്തിനും കാലത്തിനും അടക്കം നടത്തണം. ഇല്ലെങ്കിൽ ഈ ആത്മാവിന് ഗതിയില്ലാതെ അലയും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യേ. ആ സമയത്ത് അലക്സാണ്ടർ മറുപടിയൊന്നും പറഞ്ഞില്ല. അത് സത്യമാണെന്ന് അലക്സാണ്ടറിനും തോന്നി. ശരീരം മൊത്തം തളരുന്നത് പോലെ. കൂടപ്പിറപ്പുകൾ രണ്ടെണ്ണം പോയില്ല. എല്ലാത്തിലും ശക്തനെന്ന് സ്വയം അഹങ്കരിച്ചിരുന്നു. ബന്ധത്തിലുള്ളവരെ പോലും അവഗണിച്ചിരുന്നു. ഇപ്പോൾ തന്റെ സർവ്വശക്തിയും ചോർന്നു പോയിരിക്കുന്നു. ഇനി ഒന്നിനും തനിക്കാവില്ല. ഗോഡൌണിന് പുറത്ത് ജീപ്പ് നിർത്തി CI മോഹൻചന്ദ്രൻ ഇറങ്ങിച്ചെന്നു. നേരെ അകത്തേക്ക്. കണ്ടാൽ ഭയം തോന്നുന്ന നരഭോജികളെ പോലെ തോന്നുന്ന കുറേ ഗുണ്ടകൾ. എല്ലാവരും മോഹനചന്ദ്രനെ തുറച്ചു നോക്കി. അകത്തെന്തോ വെട്ടിനുറുക്കുന്ന ശബ്ദം കേൾക്കാം. ഒരു തടിയൻ മോഹനചന്ദ്രന്റെ മുന്നിൽ തടസ്സമായി നിന്നു. എങ്ങോട്ടാ? ഞാൻ CI മോഹനചന്ദ്രൻ. സർക്കിളൊക്കെ അങ്ങ് സ്റ്റേഷനിൽ. ഇത് സാവിയോയുടെ സാമ്രാജ്യമാണ്. ഇതിനകത്ത് കയറണമെങ്കിലും പുറത്തു പോകണമെങ്കിലും സാവിയുടെ അനുവാദം വേണം. എങ്കിൽ സാവിയോടൊന്ന് പറ ഞാൻ വന്നിട്ടുണ്ടെന്ന്. മോഹനനെന്ന് പറഞ്ഞാൽ മതി. അയാൾ അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നു. നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. മോഹനൻ അകത്തേക്ക് കയറി ചെന്നു. അകത്ത് രക്തത്തിന്റെ രൂക്ഷഗന്ധം. സാവിയോ മാംസം വെട്ടിമുറിക്കുകയാണ്. വരൂ മോഹന, ഞാൻ അല്പം പാചകത്തിലാണ്. ഇന്ന് നമ്മുടെ ആളുകൾക്കൊരു വിരുന്ന് ഞാൻ ഒരുക്കുന്നുണ്ട്. രക്തം പറ്റിപ്പിടിച്ച വെട്ടുകത്തി താഴെ വെച്ചുകൊണ്ട് സാവിയോ പറഞ്ഞു. ഇനി പറ, എന്തിനാ നീ വന്നേ? മറ്റൊന്നല്ല, ASI പ്രേമനെ കാണാനില്ലെന്ന് പറഞ്ഞ് വീട്ടുകാരൊരു പരാതി തന്നു. പ്രേമൻ ഇവിടെ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഇവിടെയുള്ളവരാ പ്രേമനെ പിടിച്ചുകൊണ്ടുവന്നേ. അവനെ വിട്ടയക്കണം, അത് പറയാനാ ഞാൻ വന്നേ. ഇനി അവൻ ആരോടും കുമ്പസാരിക്കാൻ പോവില്ല, ഞാൻ വാക്ക് തരുന്നു. CI മോഹനചന്ദ്രൻ പറഞ്ഞു. സമയം കഴിഞ്ഞു പോയല്ലോ മോഹന. വിധി പറഞ്ഞു, വിധി നടപ്പിലാക്കുകയും ചെയ്തു. ഇനിയൊരു മടങ്ങിപ്പോക്ക് പ്രേമനില്ല. സാവിയോ തീർത്തു പറഞ്ഞു. അല്ല, അത് എന്തോ പറയാനൊരുങ്ങിയ മോഹനൻ പെട്ടെന്നാണ് മേശപ്പുറത്ത് വെട്ടിനുറുക്കി വെച്ചിരിക്കുന്ന മാംസകഷ്ണങ്ങൾ കണ്ടത്. അതിലൊരാളുടെ കൈയും കാലും എല്ലാം വെട്ടിമുറിച്ചിട്ടിരുന്നു. മോഹനചന്ദ്രൻ നടുങ്ങിപ്പോയി. രക്തത്തിന്റെ രൂക്ഷഗന്ധം അവിടെയുണ്ടായിരുന്നു. മേശയുടെ ഒരു അരികിൽ ഒരാളുടെ ശിരസ് വെട്ടിമാറ്റി വെച്ചിരിക്കുന്നു. മോഹനചന്ദ്രൻ സൂക്ഷിച്ചു നോക്കി. അത് പ്രേമന്റെ ശിരസല്ലേ? മോഹനചന്ദ്രന് തന്റെ രക്തം ആവിയായതുപോലെ തോന്നി. ശരീരം മരവിച്ചു പോയിരിക്കുന്നു. സാവിയോ മോഹനചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. അയാളുടെ ശരീരത്തിന് അപ്പോൾ രക്തത്തിന്റെ മണായിരുന്നു. പെട്ടെന്ന് മോഹനചന്ദ്രൻ ഭയന്ന് പുറകോട്ടുപോയി. നീ കൂടുന്നോ ഈ വിരുന്നിന്? സാവിയോ ചോദിച്ചു. ഇല്ല, ഞാൻ പോട്ടെ. പോയിട്ട് എനിക്കിത്തിരി പണിയുണ്ട്. മോഹനചന്ദ്രൻ അത് പറഞ്ഞപ്പോൾ സാവിയോ ചിരിച്ചു. ഒരു കൊലച്ചിരി പോലെയായിരുന്നു മോഹനചന്ദ്രൻ അത് കണ്ടപ്പോൾ തോന്നിയത്. നീ പൊയ്ക്കോ മോഹന. പക്ഷെ നീ പറഞ്ഞ ആ പണി അതെനിക്കിട്ടാവരുത്. കാലന്റെ കാലനാണ് ഞാൻ, അത് മറക്കരുത്. മറന്നു പോവരുത്. മറന്നാ ഇവിടത്തെ ഊണുമേശയിലെ മാംസമായി വിളമ്പും നിന്നെ ഞാൻ. ഒന്നും പറയാനാവാതെ മോഹനചന്ദ്രൻ പിന്തിരിഞ്ഞു. പെട്ടെന്ന് രണ്ടുപേർ മോഹനചന്ദ്രന് മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിച്ചു നിന്നു.
വേണ്ട, അവനെ വിട്ടേക്ക്. സാവിയോ അത് പറഞ്ഞപ്പോൾ അവർ അകന്നു മാറി. മോഹനൻ വേഗം വെളിയിലിട്ടിരിക്കുന്ന ജീപ്പിൽ കയറിയിരുന്നു. അയാളുടെ ശരീരം നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ഭീകരമായ രംഗം ആദ്യമായാണ് അയാൾ കാണുന്നത്. അധികം വൈകാതെ തന്നെ അയാൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ഇതേ സമയം സാവിയോയുടെ ഫോൺ ബെല്ലടിച്ചു. ജോസഫ് പത്രോസ് ആയിരുന്നു. സാവിയോ, അലക്സാണ്ടറിന്റെ രണ്ടാമത്തെ അനിയൻ ജെയിംസും കൊല ചെയ്യപ്പെട്ടു, ജോസഫ് പത്രോസ് പറഞ്ഞു. ഞാൻ അറിഞ്ഞു. എന്റെ മാർഗത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചവനാണ് അലക്സാണ്ടർ. അവനെ രാജാവായിട്ടല്ല ഞാൻ അവിടെ ഇരുത്തിയത്, കാവൽക്കാരനായിട്ടാണ്. പക്ഷെ അവൻ അവിടുത്തെ ചക്രവർത്തിയാവാൻ ശ്രമിച്ചു. അവൻ എന്റെ കാൽക്കീഴിൽ വീണാൽ അവനുള്ള അഭയം ഞാൻ കൊടുക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ... ബാക്കി സാവിയോ പറഞ്ഞില്ല. ജെയിംസിന്റെയും കിഷോറിന്റെയും അടക്കം കഴിഞ്ഞു. പള്ളി സെമിത്തേരിയിൽ രണ്ടുപേരെയും അടക്കി. ദർശന ഒരു മരപ്പാവ കണക്കെ ജെയിംസിന്റെ മൃതദേഹത്തിന് മുന്നിൽ കുത്തിയിരുന്നു. ഉള്ളിലെന്തോ വീർപ്പ് മുട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത അവസ്ഥ. സത്യത്തിൽ ഇവൻ തന്നെ സ്നേഹിച്ചിരുന്നോ എന്നറിയില്ല. ആദ്യകാലത്ത് നല്ല സ്നേഹമൊക്കെയായിരുന്നു. എന്നാൽ പിന്നീട് മറ്റു പല രീതിയിലേക്ക് അവൻ മാറി. അവന് മറ്റു പല സ്ത്രീകളുമായി അവിഹിതം ഉണ്ടോ എന്ന് പോലും തനിക്ക് സംശയമുണ്ടായിരുന്നു. അക്കാര്യത്തിൽ കിഷോർ ഇവനും ഒന്നു തന്നെയാണ്. ഒരുപക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ വരാൻ കാരണവും അത് തന്നെയാവും. മോളെ, വരുന്നില്ലേ? പോവാം. ദർശനയുടെ അമ്മ വിളിച്ചുവെങ്കിലും ദർശന പോവാൻ തയ്യാറായില്ല. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. കുറച്ചു നേരം കൂടി ഞാനിവിടെ ഇരിക്കട്ടെ. അതോടെ അവരെല്ലാവരും പിന്തിരിഞ്ഞുപോയി. സെമിത്തേരിയിൽ അവൾ ഒറ്റയ്ക്കിരുന്നു. സമയം കടന്നുപോയി. പെട്ടെന്ന് തന്റെ പുറകിൽ ആരോ ഉള്ളതുപോലെ തോന്നി ദർശനയ്ക്ക്. ഒരു നിമിഷം ഭയന്ന് പതറി നിന്ന് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പുറകിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ നടുങ്ങി. റോക്കി, അവൾ വിറച്ചു വിറച്ചു പറഞ്ഞു. നീ എന്നെ മറന്നിട്ടില്ല അല്ലേ? നീ എന്താണ് ഇവിടെ? നിന്നെ കാണാൻ തന്നെ. ജെയിംസിനെ കൊന്നത് ഞാനാണ്. നീ അവന്റെ ഭാര്യ ആയതുകൊണ്ട് ഒരു ക്ഷമ പറയണമെന്ന് തോന്നി. ദർശന പതറിപ്പോയി. നീയാണോ ജെയിംസിനെ? എന്തിനായിരുന്നു അത്? എന്നോടുള്ള ദേഷ്യത്തിനോ? ഒരു തേങ്ങലോടെ ദർശന പറഞ്ഞു. നിന്നോടുള്ള ദേഷ്യത്തിനെന്നോ? അതിന് നിന്നെ ഓർത്താലല്ലേ ദേഷ്യം ഉണ്ടാവും. ഇവന്റെ ഭാര്യ നീയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അത് നീയാണെന്ന് അറിഞ്ഞത്. ദർശന അപ്പോഴും പതറി നിൽക്കായിരുന്നു. ജെയിംസിന്റെ മരണത്തിന് കാരണമായത് അവന്റെ സ്വഭാവം തന്നെയാണ്. കാണാൻ കൊള്ളാവുന്ന ഭാര്യ വീട്ടിലുണ്ടായിട്ടും മറ്റു പല പെണ്ണുങ്ങളുടെ അടുത്തും വേഷം കെട്ടിന് പോയ അവന്റെ ആ സ്വഭാവം. ഒരുപാട് കുടുംബങ്ങൾ തകർത്തിട്ടുണ്ട് ജെയിംസും കിഷോറും, പിന്നെ അലക്സാണ്ടറും ചേർന്ന്. പല കുടുംബങ്ങൾ അവർ തകർത്തോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രതികരിക്കേണ്ട കാര്യവും റോക്കിക്കില്ല. പക്ഷേ എന്റെ സഹോദരനെ കൊല്ലാക്കൊല ചെയ്തു. അവൻ സ്നേഹിച്ചിരുന്ന പെണ്ണിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ക്രൂരമായി തന്നെ കൊലപ്പെടുത്തി. അതും അവളുടെ അച്ഛന്റെ മുന്നിലിട്ട്. ഇതെന്റെ അനിയൻ ക്ലീറ്റസ് എനിക്ക് തന്ന കൊട്ടേഷനാണ്. 2 ദിവസവും കാണാതിരുന്ന ക്ലീറ്റസിനെ അന്വേഷിച്ച് ഞങ്ങളുടെ അപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതുവരെ അദ്ദേഹം തിരിച്ചു വന്നില്ല. അപ്പച്ചന്റെ മരണത്തിന് കാരണവും ഇവർ തന്നെയാണോ എന്ന് സംശയമുണ്ട്. ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. അല്പനേരം റോക്കി കണ്ണുകൾ അടച്ചു നിന്നു. മനസ്സ് നിയന്ത്രിച്ചു. ഞാൻ വന്നത് നിന്നെ ഇത് അറിയിക്കാനാണ്. നീയൊരു ഭാര്യയാണ്, പിന്നെ ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. നിങ്ങളെ അനാഥരാക്കിയത് ഞാനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ അറിയണമെന്ന് തോന്നി. നിന്റെ കൊച്ചിന് അപ്പനില്ലാതായത് എങ്ങനെയാണെന്ന് അറിയണമെന്ന് തോന്നി. അത് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ഇത് പറയാനാണ് ഞാൻ വന്നത്. റോക്കി തിരിഞ്ഞു നടന്നു. മറുപടിയൊന്നും പറയാനാവാതെ ദർശന അപ്പോഴും മരവിച്ചു നിന്നു. പഠിച്ചിരുന്ന കാലത്ത് ശക്തമായ മഴയും ഇടിമിന്നലും ഉള്ളപ്പോൾ ഉണ്ടായ പ്രണയ നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ ഒരു നിമിഷം ഒഴുകിയെത്തി. ദർശന വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ധാരാളം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പലരും സഹതാപത്തോടെ അവളെ നോക്കി. നല്ല പ്രായത്തിൽ വിധവയായ പെണ്ണ്, അതായിരുന്നു ആ സഹതാപത്തിന് കാരണം. ദർശന അതൊക്കെ അവഗണിച്ച് നേരെ തന്റെ മുറിയിലേക്ക് പോയി. താനിപ്പോൾ ഒരു വിധവയാണ്. തന്റെ ഭർത്താവ് ജെയിംസ് ഇപ്പോൾ ജീവനോടെയില്ല. അവള് കട്ടിലിൽ കയറി കിടന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചു. തലയിൽ കൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നി. കണ്ണു തുറന്നു നോക്കി. അമ്മയാണ്. തന്റെ മുടിയിൽ തലോടുന്നു. മോളെ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അമ്മയുടെ സ്വരത്തിൽ വേദനയുണ്ടായിരുന്നു. അവരുടെ മകളാണ് വിധവയായിരിക്കുന്നത്. ഈശ്വരാധീനം കൊണ്ട് താനിപ്പോഴും സുമംഗലിയായിരിക്കുന്നു. എന്നാൽ തന്റെ മകള് നല്ല പ്രായത്തിൽ വിധവയായി. ഒന്നുമില്ലമ്മേ, ഞാനൊന്നങ്ങോട്ട് കിടന്നോട്ടെ, വല്ലാത്ത തലവേദന, അവള് പറഞ്ഞു. അതോടെ അമ്മ അപ്പുറത്തേക്ക് പോയി. അവൾക്ക് തലവേദന എടുത്ത് കിടക്കാണ്, കിടന്നോട്ടെ, ആരും ശല്യപ്പെടുത്തണ്ട. പുറത്തേക്ക് പോയ അമ്മ അകത്തേക്ക് കയറാൻ പോയ ആരോടോ പറയുന്നത് കേട്ടു. ഭർത്താവ് മരിച്ചുപോയ സ്ഥിതിക്ക് സഹതാപം അറിയിക്കാൻ ധാരാളം ആളുകൾ വരും. വഴിയിൽ വെച്ച് കണ്ടാൽ പോലും ചിരിക്കാത്ത ആന്റിമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടാവും അക്കൂട്ടത്തിൽ.
ഒരു വീട്ടിലെന്തെങ്കിലും ദുരിതമോ ബുദ്ധിമുട്ടോ സംഭവിച്ച കൃത്രിമ സങ്കടവുമായി ഇതുപോലെ വന്ന് അവരുടെ മുമ്പിൽ സഹതാപം പറഞ്ഞറിയിക്കുന്നത് ചില വീട്ടമ്മമാരുടെ സ്വഭാവമാണ്. എന്തായാലും അമ്മ അത് പറഞ്ഞത് നന്നായി. അല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി സഹതാപം മുഖവുമായി തന്റെ ചുറ്റും നിന്നേനെ. ദർശന കണ്ണുകൾ അടച്ചു. സത്യത്തിൽ റോക്കിയെ അവിടെ കണ്ടത് അവൾക്ക് വിശ്വസിക്കാനായില്ല. കോളേജിൽ വെച്ചുള്ള രംഗങ്ങളെല്ലാം അവളുടെ മുന്നിൽ ഒഴുകിയെത്തി. സത്യത്തിൽ ഈ ഒരു സമയത്ത് ഓർക്കാൻ പാടില്ലാത്തതാണ്. തന്റെ ഭർത്താവ് സ്നേഹനിധിയായ ഭർത്താവായിരുന്നുവെങ്കിൽ തന്റെ അവസ്ഥ ഇങ്ങനെയാകുമായിരുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആവാം കോളേജിൽ വെച്ചുണ്ടായ പ്രണയം മനസ്സിൽ ഒഴുകി വരുന്നത്. സത്യത്തിൽ റോക്കി തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. തന്നെ മാത്രമല്ല ഒരു പെൺകുട്ടിയെയും ശ്രദ്ധിച്ചിരുന്നില്ല. അനീതി കണ്ട പ്രതികരിക്കുന്നവൻ. അവൻ കോളേജിൽ ഉള്ളത് തന്നെ പലർക്കും ധൈര്യമായിരുന്നു. കോളേജിലുണ്ടായ റാഗിങ് പോലും നിർത്തിച്ചു കളഞ്ഞു. എന്നിട്ടും തന്നെ റാഗ് ചെയ്യാൻ വന്ന സീനിയർ വിദ്യാർത്ഥികളുടെ മുഖം പിടിച്ച് ചമ്മന്തിയാക്കി കളഞ്ഞു അവൻ. തന്നെ റാഗ് ചെയ്യാൻ ശ്രമിച്ച ചേട്ടന്മാരുടെ മുഖത്തെ ഭയം, അവരെ നേരിട്ട തന്നെ രക്ഷിക്കാൻ മുന്നോട്ട് വന്ന റോക്കി എന്ന ചെറുപ്പക്കാരന്റെ മുഖത്തെ വീര്യം, ഏതൊരു പെണ്ണിനെയും പോലെ തന്റെ മനസ്സിൽ പതിഞ്ഞു. ധീരനായ യുവാവ്, ആർക്കാണ് അവൻ ഇഷ്ടമില്ലാത്തത്? ദിവസം ചെല്ലുന്തോറും അവനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു. എന്നാ അവൻ തന്നെ അവഗണിച്ചു. അതൊരു വാശിയായി. ഒടുവിൽ താൻ തന്നെ വിജയിച്ചു. അങ്ങനെ തന്നെ പ്രണയത്തിൽ അവൻ വീണു. വല്ലാത്തൊരു സുരക്ഷിതത്വമായിരുന്നു അവൻ കൂടെയുള്ളപ്പോൾ തനിക്ക്. ആരും തന്നെ നോക്കില്ല, അനാവശ്യം പറയില്ല. റോക്കിയെ ഭയമായിരുന്നു എല്ലാവർക്കും. ഒരിക്കലും മറക്കാനാവാത്ത പ്രണയ നിമിഷങ്ങൾ. വീട്ടിലും അതിനിടയ്ക്ക് അറിഞ്ഞു. അച്ഛനന്ന് ആദ്യമായി തൻ്റെ നേരെ പൊട്ടിത്തെറിച്ചു. നീ എന്തറിഞ്ഞിട്ടാണ് അവനെ പോലെ ഒരുത്തനെ പ്രണയിച്ചത്? അവൻ ആരാണെന്ന് നിനക്കറിയോ? അവൻ്റെ വീട്, കുടുംബം, ഇതെന്തെങ്കിലും നിനക്കറിയോ? നാരായണൻ മകളോട് ചോദിച്ചു. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല അപ്പ. എനിക്ക് വേണ്ടത് റോക്കിയെ പോലെ ഒരാണിനെയാണ്. സിനിമകളൊക്കെ കണ്ട് അതിലെ ഓരോ രംഗങ്ങൾ മനസ്സിൽ കയറിയത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് മോളെ. വില്ലന്മാരെ ഇടിച്ചു നിരപ്പാക്കുന്ന ഹീറോയുടെ പ്രണയം തോന്നുന്നത് സിനിമകളിലാണ്. സിനിമയിലെ ജീവിതം, അത് നീ മനസ്സിലാക്ക്. അമ്മ നളിനിയും പറഞ്ഞു. നിങ്ങളെന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല. അവരോടുള്ള ദേഷ്യത്തിന് രാത്രിയാണെന്ന് പോലും നോക്കാതെ താൻ വീട്ടിൽ നിന്നിറങ്ങി. തൻ്റെ സ്കൂട്ടറിൽ കോളേജിന്റെ പരിസരത്ത് പോയി. സമയം 9 മണി കഴിഞ്ഞിരുന്നു. നേരെ റോക്കിയെ വിളിച്ചു. എന്താ, എന്തുപറ്റി? നീ എന്താ ഈ നേരത്ത്? റോക്കിയുടെ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഒരാശ്വാസം തോന്നി. ഞാനിപ്പോൾ കോളേജിന്റെ മുമ്പിലുണ്ട്. നിന്നെ എനിക്കിപ്പോൾ കാണണം. ഇപ്പോഴോ? ഈ സമയത്തോ? നീ വീട്ടിലേക്ക് പോടി. റോക്കിയുടെ ശബ്ദം ഉയർന്നു. ഇല്ല, നീ വരാതെ ഞാൻ പോവില്ല. ഇതിനു മാത്രം എന്താ നിനക്ക് സംസാരിക്കാനുള്ളേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ പറയാം. ഇല്ല, എനിക്കിപ്പോൾ തന്നെ കാണണം. അധികം സംസാരിക്കാതെ താൻ ഫോൺ കട്ട് ചെയ്തു. വല്ലാത്തൊരു വാശിയായിരുന്നു അപ്പോൾ. പെട്ടെന്നാണ് മഴ പൊടിഞ്ഞത്. അന്തരീക്ഷം മൂടി. ആരൊക്കെയോ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ പരസ്പരം തന്നെ നോക്കി എന്തൊക്കെയോ പറയുന്നു, സംസാരിക്കുന്നു. ദർശനയ്ക്ക് നേരിയ ഭയം തോന്നി. അവൻ വരില്ലേ? വന്നില്ലെങ്കിൽ? ദർശനം നോക്കുമ്പോൾ ആ ചെറുപ്പക്കാർ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. തൻ്റെ തൊട്ട് മുന്നിൽ അവർ വന്ന് നിന്നു. എത്രയാ റേറ്റ്? എത്രയാണെന്ന് വെച്ചാൽ തരാം. റൂമുണ്ട്. ഒരുവനൊരു വഷള ചിരിയോടെ പറഞ്ഞു. ദർശനയുടെ ശരീരം വിറച്ചുപോയി. ആ സമയത്താണ് ദൂരെ ബൈക്കിന്റെ ശബ്ദം കേട്ടത്. അപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു. ബൈക്ക് ദർശനയുടെ മുന്നിൽ വന്ന് നിന്നു. റോക്കിയെ കണ്ടതും ആ ചെറുപ്പക്കാർ ഭയന്നു മാറി. ദർശന റോക്കിയുടെ കൈപിടിച്ച് കോളേജിന്റെ ഭാഗത്തേക്ക് ഓടിക്കയറി. ഇരുവരും നന്നായി നനഞ്ഞിരുന്നു. ഇനി എന്താ നിന്റെ പ്രശ്നം? മുഖത്തെ വെള്ളം കൈപ്പത്തി കൊണ്ട് തുടച്ചുകൊണ്ട് റോക്കി ചോദിച്ചു. നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം, അത് തന്നെ പ്രശ്നം. അതെന്താ ഇത്ര പെട്ടെന്ന്? നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ നീ പഠിക്കുകയല്ലേ. പിന്നീട് ചിലപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നരുത്. ഭാവി നശിച്ചു പോയെന്ന് തോന്നരുത്. എനിക്കിപ്പോൾ ഒറ്റ തോന്നലേ ഉള്ളൂ റോക്കി. നിന്റെ ഭാര്യയാവുക. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. റോക്കിയുടെ തോളിലേക്ക് അവൾ ചാഞ്ഞു. പെട്ടെന്ന് ശക്തമായ ഇടിമിന്നലുണ്ടായി. ഭയന്നുപോയ ദർശന റോക്കിയെ കെട്ടിപ്പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് മഴ തോർന്നു. രംഗം ശാന്തായി. റോക്കിയുടെ വിരിഞ്ഞ മാറിൽ തലചേർത്ത് വെച്ച് കിടന്നു ദർശന. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞേ, എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തണമെന്ന്. ഇത്ര പെട്ടെന്ന് നടത്തണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? ഞാൻ വേണമെങ്കിൽ നിന്റെ അച്ഛനോട് വന്ന് സംസാരിക്കാം. അയ്യോ വേണ്ട, നിന്റെ സംസാരത്തിന്റെ രീതിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ദേഷ്യം കയറി എൻ്റെ അച്ഛനെങ്ങാനും നീ തല്ലിയാലുള്ള അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയാം. അതൊന്നും പറയാൻ പറ്റില്ല. പരമാവധി ഞാൻ മാന്യായി സംസാരിക്കും. ഉടക്ക് വർത്താനായിട്ട് വന്നാൽ ചിലപ്പോൾ മനുഷ്യനല്ലേ, പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാ പറഞ്ഞത് നീ വരാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കണ്ടെന്ന്. എങ്കിൽ എൻ്റെ പൊന്നുമോളൊരു കാര്യം ചെയ്യ്. ഇപ്പോൾ സമാധാനത്തോടെ വീട്ടിലേക്ക് പോ. എന്നിട്ട് പഠിക്കാൻ നോക്ക്. ഇപ്പോൾ സംഭവിച്ചത് പോലും പാടില്ലാത്തതായിരുന്നു. വിവാഹം കഴിക്കാതെ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത് തെറ്റെന്നായിരുന്നു ഇത്രയും നാൾ ഞാൻ പറഞ്ഞിരുന്നത്. അതാണ് ഇപ്പോൾ തെറ്റിയത്.
കുറ്റബോധത്തോടെ റോക്കി പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ ബസ് കയറാൻ സ്റ്റോപ്പിലേക്ക് പോവുകയായിരുന്ന തൻ്റെ മുന്നിൽ ഒരു കാർ വന്ന് നിന്നു. അതിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. അയാൾ നേരെ തൻ്റെ അടുത്തേക്കാണ് വന്നത്. എൻ്റെ പേര് ജെയിംസ്, കല്ലൂക്കാരൻ ഫാമിലിയിലുള്ളതാണ്. പല പ്രാവശ്യമായി തന്നെ ഞാൻ കാണുന്നു. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. ഏയ്, എനിക്ക് താല്പര്യമില്ല, സോറി. പെട്ടെന്നാണ് ജെയിംസിന്റെ മുഖഭാവം മാറിയത്. തന്നെ അവഗണിച്ച് കടന്നു പോവാൻ ശ്രമിച്ച ദർശനയുടെ കൈക്ക് അയാൾ കയറി പിടിച്ചു. അങ്ങനെയങ്ങ് പോയാലോ? കണ്ടിഷ്ടപ്പെട്ടതിനെയൊക്കെ കല്ലൂക്കാരന്മാർ സ്വന്തമാക്കിയിട്ടുണ്ട്. നിന്നെ ഞാൻ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തമാക്കിയിരിക്കും, ഏതു വിധേനയും. വല്ലാത്തൊരു കനായിരുന്നു അപ്പോൾ ജെയിംസിന്റെ വാക്കുകളിൽ. ദർശന റോക്കിയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. വീടിന്റെ മുന്നിൽ തന്നെ ഒരു കറുത്ത നായയുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കണ്ട് ദർശന അമ്പരന്നു. റോക്കിയല്ലേ അത്? പക്ഷേ മുഖത്തിന് വല്ലാത്തൊരു മാറ്റം. റോക്കിയുടെ മുഖത്ത് കാണുന്ന ഗൗരവമോ ഗാംഭീര്യമോ ഇല്ല. കട്ടിമീശയും കുറ്റിത്താടിയും ഇല്ല. താടിയില്ലാത്ത മുഖം, മുഖത്ത് നിഷ്കളങ്കത. നായ കുരച്ചുകൊണ്ട് ദർശനയുടെ അടുത്തേക്ക് ചെന്നു. ബ്രൂണോ, വേണ്ട. നായയെ കളിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ നായയെ തടഞ്ഞു. അതോടെ നായ ശാന്തമായി. ആ ചെറുപ്പക്കാരന്റെ ശബ്ദത്തിൽ മാറ്റമുണ്ട്. റോക്കിയുടെ ശബ്ദത്തിൽ നല്ല ഗാംഭീര്യമാണ്. ആരാ? അവൻ ദർശനയോട് ചോദിച്ചു. റോക്കി റോക്കി എവിടെ? അപ്പോഴേക്കും അകത്തു നിന്ന് വാതിൽ തുറന്ന് റോക്കി പുറത്തേക്ക് ഇറങ്ങി വന്നു. ദർശന അത്ഭുതത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. നീ ഞെട്ടണ്ട, ഇതെന്റെ അനിയനാണ്, പേര് ക്ലീറ്റസ്. നീ എന്നോട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോ. പറയേണ്ട ആവശ്യം വന്നില്ല. അപ്പോഴേക്കും അമ്മ ക്ലാര ശബ്ദം കേട്ട് ഇറങ്ങി വന്നു. ദർശനയെ കണ്ടവർ അമ്പരന്നു. ഏതായി പെങ്കൊച്ച്? ക്ലാര ചോദിച്ചപ്പോൾ ഉത്തരം പറയാനാവാതെ റോക്കി കുഴഞ്ഞു. ക്ലീറ്റസിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായി. ഇത്? ക്ലാരയെ നോക്കി ദർശന ചോദിച്ചു. ഇത് ഞങ്ങളുടെ അമ്മയാണ്. ക്ലാരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്ലീറ്റസ് പറഞ്ഞു. ഉടനെ ദർശന ചെന്ന് ക്ലാരയുടെ കാലുതൊട്ട് വന്നിച്ചു. ഒന്നും മനസ്സിലാവാതെ ക്ലാര ക്ലീറ്റസിനെ റോക്കിയും മാറി മാറി നോക്കി. അമ്മച്ചി, ഞാൻ ദർശന, റോക്കിയുടെ ലവറാണ്. ഒന്നും മനസ്സിലാവാതെ നിന്നു ക്ലാര. അയ്യോ, അമ്മച്ചിക്ക് മനസ്സിലായില്ലേ, ചേട്ടന്റെ കാമുകിയാണെന്ന്. ക്ലീറ്റസ് അത് പറഞ്ഞതും ക്ലാര ഞെട്ടലോടെ റോക്കിയെ നോക്കി. റോക്കി ആവട്ടെ ദേഷ്യത്തോടെ ക്ലീറ്റസിനെ തുറച്ചു നോക്കി. ഇവന്റെ കാമുകിയോ? മോളെന്തറിഞ്ഞിട്ടാണ് ഇവനെ കയറി പ്രേമിച്ചത്? ക്ലാര അത് പറഞ്ഞപ്പോൾ ക്ലീറ്റസിന് ചിരി പൊട്ടി. റോക്കിയുടെ മുഖം വിളറിപ്പോയി. അതേ മോളെ, ഇവനുണ്ടാക്കാത്ത കേസും ബഹളവും ഇല്ല. ഇവനെ വിവാഹം കഴിച്ചാ മോൾക്ക് കണ്ണീര് പറ്റില്ല, ക്ലാര പറഞ്ഞു. അമ്മേ! ദേഷ്യം കയറിയ റോക്കി ശബ്ദമുയർത്തി. കണ്ടോ, അവന് ദേഷ്യം കണ്ടോ? ഞാൻ അവന്റെ അമ്മയായതുകൊണ്ടാണ് അവൻ ക്ഷമിച്ചത്. വേറെ വല്ലവരായിരുന്നെങ്കിൽ ഇപ്പൊ തല്ലിയേനെ. അതൊക്കെ ഞാൻ ശരിയാക്കി എടുത്തോളാം അമ്മച്ചി, ദർശന പറഞ്ഞു. അമ്മച്ചി, എനിക്ക് ഇവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ക്ലാരയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ റോക്കിയുടെ കൈപിടിച്ച് ദർശന പുറത്തേക്ക് കൊണ്ടുപോയി. ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് നിന്നു ക്ലാര. എന്താടാ ഇത്? ഞാൻ പറഞ്ഞത് ആ കൊച്ചിന് മനസ്സിലായില്ലേ? ക്ലീറ്റസിനോട് ക്ലാര ചോദിച്ചു. അതമ്മച്ചി, കണ്ടിടത്തോളം ഈ പ്രേമം അസ്ഥിക്ക് പിടിച്ചിട്ടുണ്ട്. ക്ലീറ്റസ് അത് പറഞ്ഞപ്പോൾ ക്ലാര അവന്റെ മുഖത്തേക്ക് നോക്കി. നീയും അങ്ങനെ തന്നെയാണല്ലോ. അത് കേട്ടതോടെ ക്ലീറ്റസ് നായയുമായി അകത്തേക്ക് വലിഞ്ഞു. എന്റെ കർത്താവേ, അങ്ങനെങ്ങാനും ഇത് കണ്ട പ്രശ്നമുണ്ടാകും, ആരോടൊന്നില്ലാതെ ക്ലാര പറഞ്ഞു. ഇതേ സമയം ജെയിംസുമായി ഉണ്ടായ പ്രശ്നം റോക്കിയോട് പറയുകയായിരുന്നു ദർശന. കേട്ടുകഴിഞ്ഞപ്പോൾ റോക്കിയുടെ മുഖം വലിഞ്ഞു മുറുകി. ഇത് കേട്ട് നീ പ്രശ്നത്തിലൊന്നും പോകണ്ട. നിന്നോടാദ്യം പറയണ്ട എന്ന് ഞാൻ വെച്ചതാ. പക്ഷെ പലരും അത് കണ്ടിട്ടുണ്ട്. അവർ ആരെങ്കിലും പറഞ്ഞ് നീ അറിഞ്ഞാ ഞാൻ എന്തുകൊണ്ട് നിന്നോട് പറഞ്ഞില്ലെന്ന് ചോദിക്കില്ലേ? അതുകൊണ്ടാ ഞാൻ തന്നെ പറഞ്ഞേ. നിന്നോട് ഒരുത്തൻ ഇതുപോലെ മോശമായി പെരുമാറിയിട്ട് ഞാൻ ചോദിക്കാതിരുന്ന എങ്ങനെയാ? അവന് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നീയായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. ദർശന അത് പറഞ്ഞപ്പോൾ റോക്കി മറുപടി പറഞ്ഞില്ല. നിന്റെ മൗനം എനിക്ക് ഭയമാവുന്നു റോക്കി. പ്ലീസ്, നീ ഈ പ്രശ്നത്തിൽ നിൽക്കരുത്. എനിക്ക് വാക്കുതാ. റോക്കിക്ക് നേരെ തന്റെ കൈപ്പത്തി നീട്ടിക്കൊണ്ട് ദർശന പറഞ്ഞു. വേറെ ഗത്യന്തരമില്ലാതെ റോക്കി ദർശനയുടെ കൈപ്പത്തിയിൽ പിടിച്ചു. കോടതി ആയതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തെ ആളുകൾ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രായമായൊരു സ്ത്രീ അവരെ നോക്കി നിൽക്കുന്നത് കണ്ടു. എടാ റോക്കിയെ, ഏതാടാ പെങ്കൊച്ച്? പുളിങ്കൊമ്പാണല്ലോ. നീ അടിച്ചുകൊണ്ട് വന്നതാണോ? പ്രായമായ സ്ത്രീ വിളിച്ചു ചോദിച്ചു. അങ്ങനെ വല്ലത് സംഭവിക്കുകയാണെങ്കിൽ ആദ്യം അമ്മൂമ്മയെ അറിയിക്കാം. ഇപ്പൊ അകത്ത് പോയി രാമനാമം ജപിക്കേ. ദർശനയാണത് പറഞ്ഞത്. നാവിന് നീട്ടം കൂടുതലാ. ക്ലാര കുറച്ച് വെള്ളം കുടിക്കും. ആ സ്ത്രീ അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഞാൻ പോട്ടെ, പറഞ്ഞത് മറക്കണ്ട, പ്രശ്നം ഉണ്ടാക്കരുത്. റോക്കി അവൾ പറഞ്ഞതിന് തലകുലിക്ക് സമ്മതിച്ചു. അവൾ പോയതിനു ശേഷം റോക്കി വീട്ടിലേക്ക് കയറി ചെന്നു. എന്തായിരുന്നു രണ്ടുപേരും കൂടി മാറി നിന്നൊരു സംസാരം? ക്ലീറ്റസ് ചോദിച്ചു. നീയും നിന്റെ ആ മറ്റേ പെണ്ണും കൂടി സംസാരിക്കൂലേ? അതൊക്കെ തന്നെ, റോക്കി പറഞ്ഞു. അവൻ ചോദിച്ചാൽ എന്താടാ തെറ്റ്? ഞങ്ങൾ കൂടി അറിയണ്ടേ നിങ്ങളെന്താ സംസാരിച്ചതെന്ന്? ക്ലാര ചോദിച്ചു. തൽക്കാലം അറിയണ്ട, അതും പറഞ്ഞ് റോക്കി അകത്തേക്ക് കയറിപ്പോയി.
ഒന്നും മനസ്സിലാവാതെ നിന്നു ക്ലീറ്റസും ക്ലാരയും. പിറ്റേ ദിവസം തന്നെ ജെയിംസിന്റെ കാർ റോക്കിയുടെ മുന്നിൽ വന്ന് നിന്നു. ജെയിംസ് കാറിൽ നിന്നിറങ്ങി റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. നീയാണ് റോക്കി അല്ലേ? റോക്കി മനസ്സിലാവാത്ത രീതിയിൽ നിന്നു. ഞാൻ ജെയിംസ്, കല്ലൂക്കാരൻ ജെയിംസ്. നിന്റെ പെണ്ണുണ്ടല്ലോ ദർശന, അവൾക്കറിയാനെ. ഇന്നലെ ഞാൻ അവളെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. ജെയിംസ് പറഞ്ഞത് കേട്ടപ്പോൾ റോക്കിയുടെ കണ്ണുകൾ ചുവന്നു. കൈപ്പത്തി കൂട്ടിഞ്ഞെരിച്ചു. ദർശനയ്ക്ക് കൊടുത്ത വാക്കോർത്തപ്പോൾ വേണ്ടാന്ന് വെച്ചു റോക്കി. ജെയിംസ് റോക്കിയുടെ തൊട്ടു മുന്നിൽ വന്ന് നിന്നു. അവളെ നീ അങ്ങ് മറന്നേക്ക് റോക്കി. അവളിനി എൻ്റെ പെണ്ണാ, നിനക്കിനി അവളെ കിട്ടില്ല. റോക്കി ദേഷ്യം ഉള്ളിൽ അടക്കി നിന്നു. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? നീ ഗുണ്ടയാണെന്നോ തെമ്മാടിയാണെന്നൊക്കെയാണല്ലോ ഇവിടെയുള്ളവർ പറഞ്ഞു കേട്ടത്. ഇത്രേ ഉള്ളോ നീ? സ്വയം നിയന്ത്രിച്ച് റോക്കി തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചു. എന്നാ ജെയിംസ് റോക്കിയുടെ കൈക്ക് പിടിച്ച് ബലമായി തിരിച്ചു നിർത്തി. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പോയാൽ മതി നീ. അപ്പോഴേക്കും ആളുകൾ കൂടിയിരുന്നു. സംഭവം കണ്ട് ദർശനം അങ്ങോട്ട് വന്നു. അല്ലെങ്കിൽ തന്നെ നിനക്കെന്ത് യോഗ്യതയുണ്ടടാ അവളെ വിവാഹം കഴിക്കാൻ? നിന്റെയൊക്കെ കുപ്പത്തൊട്ടിൽ കിടക്കേണ്ടവളാണോ അവള്? അവളെപ്പോലൊരു സുന്ദരിക്ക് കിടക്കാൻ പറ്റിയ വീടാണോ നിന്റേത്? മോനെ റോക്കി, അവിടെ ഒരു നിമിഷമെങ്കിലും സ്വന്താക്കി അനുഭവിക്കണം എന്ന് കരുതിയാ ഞാൻ. ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയണമെന്ന് കരുതിയതാ. അതിനുശേഷം വേണമെങ്കിൽ നിനക്ക് വിവാഹം കഴിക്കായിരുന്നു. പക്ഷേ അവളെൻ്റെ കരണത്തടിച്ചതുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ചു ഞാൻ. അവളെ എനിക്കിനി സ്വന്താക്കണം. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ദർശനയുടെ രക്തം തിളച്ചു. റോക്കി, എന്ത് കേട്ടുകൊണ്ടിരിക്കുക നീ? അടിക്കടവനെ, ദേഷ്യം കയറിയ ദർശനം വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ മുഷ്ടി ചുരുട്ടിയ റോക്കി ജെയിംസിന്റെ മുഖത്തിട്ട് ആഞ്ഞടിച്ചു. ജെയിംസ് നേരെ ചെന്ന് വീണത് അയാളുടെ തന്നെ കാറിന്റെ ബോണറ്റിലായിരുന്നു. ഒറ്റയടിക്ക് തന്നെ അയാളുടെ ബോധം മറഞ്ഞു. പരിഹാസച്ചിരിയോടെ ജെയിംസിനെ നോക്കി ദർശന. ആരൊക്കെയോ ചേർന്ന് ജെയിംസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അലക്സാണ്ടർ കയറി വന്നത്. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്ന വഴിയാ, വന്നപ്പോഴാ വിവരം അറിഞ്ഞ്. എന്താണ് നിനക്ക് സംഭവിച്ചേ? വന്ന ഉടനെ ജെയിംസിനോട് അലക്സാണ്ടർ ചോദിച്ചു. ജെയിംസ് ഉണ്ടായ കാര്യങ്ങൾ അലക്സാണ്ടറിനോട് പറഞ്ഞു. തനിക്കേറ്റ അപമാനത്താൽ അയാൾ കരയുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ കൈ ചുരുട്ടി ചാടി എഴുന്നേറ്റു. രണ്ടെണ്ണത്തിനെയും തീർക്കും ഞാൻ, അലക്സാണ്ടർ പറഞ്ഞു. ചേട്ടാ, അവളെ എനിക്ക് വേണം, എൻ്റെ ഭാര്യയായിട്ട്. എൻ്റെ കരണത്തടിച്ച അവള് എൻ്റെ കവിള് തടവണം. ഞാൻ അവളെ വിവാഹം കഴിച്ച വിവരം അവനറിയണം. അവൾ എൻ്റെ ഭാര്യയാകാനുള്ള എന്തു വേണമെങ്കിലും ചേട്ടായി ചെയ്തോളൂ. അലക്സാണ്ടർ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. തൻ്റെ അനിയന്മാർ ആഗ്രഹിച്ചത് എന്തെന്താ നടത്തിക്കൊടുത്തിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെയാവും. പിറ്റേ ദിവസം തന്നെ അലക്സാണ്ടറിന്റെ കാർ ദർശന ഹൗസിന്റെ മുന്നിലെത്തി. നാരായണനും ഭാര്യയും അലക്സാണ്ടറിനെ സ്വീകരിച്ച് അകത്തിരുത്തി. ഞാൻ അലക്സാണ്ടർ കല്ലൂക്കാരൻ. അറിയാം, നാരായണൻ ഭവ്യതയോടെ പറഞ്ഞു. ഞാൻ വന്നത് എൻ്റെ അനിയന് നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അവൻ്റെ ആഗ്രഹത്തിന് ഞാൻ എതിര് നിന്നിട്ടില്ല. കല്ലൂക്കാരന്മാരെന്ന് വെച്ചാൽ അറിയാലോ നിങ്ങൾക്ക്. അറിയാം, ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരല്ലേ. ആ കുടുംബത്തിലെ ഒരു അംഗമാണ് ജെയിംസും. ജാതിയും മതവും ഒന്നും ഞങ്ങൾ നോക്കാറില്ല. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ അനിയൻ്റെ ഇഷ്ടം അതാണ് എനിക്ക് മുഖ്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തണം. അപ്പോഴേക്കും ദർശന കയറി വന്നു. അവർ പറഞ്ഞത് ദർശന കേട്ടിരുന്നു. അലക്സാണ്ടർ ദർശനയുടെ അടുത്തേക്ക് ചെന്നു. കല്ലൂക്കാരന്മാർ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കിയിട്ടുണ്ട്. നീ ജെയിംസിന്റെ പെണ്ണാണ്. നിങ്ങൾ തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും. അതിന് നിന്റെ അനുവാദം പോലും എനിക്ക് വേണ്ട. അവളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അലക്സാണ്ടർ പുറത്തേക്ക് പോയി. ദർശനാകെ തളർന്നു നിന്നു. എന്താണ് നീ ആലോചിക്കുന്നേ? ഈ വിവാഹം ഞാൻ നടത്തും. നിന്റെ ഭാഗ്യമാണ് ഇതുപോലൊരു ആലോചന വന്നത്, നാരായണൻ തീർത്തു പറഞ്ഞു. നളിനി അത് അംഗീകരിച്ചു. ആ നിമിഷം തന്നെയാണ് ദർശനയുടെ ഫോൺ ബെല്ലടിച്ചത്. പരിചയമില്ലാത്ത നമ്പറാണ്. ദർശന ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ പ്രകാശൻ. അന്ന് രാത്രിയിലെ മഴയിൽ നിന്റെ റേറ്റ് ചോദിച്ചില്ലേ? ആ ആളാ. മനസ്സിലായില്ലേ? നിങ്ങൾക്കന്ന് റോക്കിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരെ? ഇനി എന്താ വേണ്ടേ? വേണ്ടത് എനിക്ക് കിട്ടിയിട്ടുണ്ട് കൊച്ചേ. അന്ന് രാത്രി നീയും ആ റോക്കിയും തമ്മിൽ കോളേജിൽ ആ നിലാവത്ത് കെട്ടിമറിഞ്ഞതൊക്കെ എൻ്റെ ഫോണിലുണ്ട്. സംശയമുണ്ടെങ്കിൽ ഞാനത് വാട്സപ്പിൽ അയച്ചു തരാം. ഈ നമ്പറിൽ അയച്ചാൽ മതിയല്ലോ അല്ലേ? ഫോൺ കട്ടായി. ദർശനം നടുങ്ങി നിൽക്കായിരുന്നു. അല്പം കഴിഞ്ഞൊരു നമ്പറിൽ എന്തോ മെസ്സേജ് വാട്സപ്പിൽ വന്നത് കണ്ടു. വീഡിയോ ആണ്. ദർശന വേഗം തൻ്റെ മുറിയിൽ കയറി ആ വീഡിയോ ഓൺ ചെയ്തു. അന്ന് രാത്രി റോക്കിയോടൊപ്പം താൻ ചെയ്തു കൂട്ടിയത് മുഴുവൻ അതിലുണ്ട്. ദർശനയുടെ കണ്ണിൽ ഇരുട്ട് കയറി. തല കറങ്ങുന്നത് പോലെ തോന്നി. പെട്ടെന്ന് വീണ്ടും അതേ നമ്പറിൽ കോൾ വന്നു. വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? വിറച്ച് വിറച്ച് അവൾ ചോദിച്ചു. എനിക്ക് വേണ്ടത് നിന്നെ. ഒന്നുകിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നിടത്ത് നീ വരണം. എന്നിട്ട് നീ നിന്റെ കാമുകനോട് കാണിച്ചതുപോലെ എന്നോടും കാണിക്കണം. അതല്ല എങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ വേണം. രണ്ടിലേതെങ്കിലും ഒന്ന് ഇന്ന് രാത്രി സംഭവിച്ചിരിക്കണം. അപ്പുറത്തു നിന്നുള്ള പ്രകാശിന്റെ ശബ്ദം കേട്ട് ദർശനം നടുങ്ങി നിന്നു.
ക്ലീറ്റസ് തനിക്ക് SI അരവിന്ദന്റെ മകളായ ശരണയോട് പ്രണയമുണ്ടെന്ന് റോക്കിയോട് വെളിപ്പെടുത്തുന്നുണ്ട്. റോക്കി ആദ്യം ചിരിക്കുകയും സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തുവെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളെ പ്രണയിക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം ദർശന റോക്കിയെ വിളിച്ച് താൻ മാനസികമായി തകർന്നിരിക്കുകയാണെന്നും ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുവെന്നും പറയുന്നു. റോക്കി അവളെ ആശ്വസിപ്പിക്കുകയും അവളുടെ പ്രശ്നങ്ങൾ താൻ നോക്കിക്കൊള്ളാന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ ദർശന ഉറക്കമുണരുന്നത് പ്രകാശൻ കൊല്ലപ്പെട്ടെന്നും റോക്കിയെ പ്രതിയായി അറസ്റ്റ് ചെയ്തുവെന്നും മാതാപിതാക്കൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ്. അവളുടെ പിതാവ് നാരായണൻ റോക്കിയുമായുള്ള ബന്ധം അപകടകരമാണെന്നും റോക്കിയുടെ ശത്രുക്കൾ ദർശനയെ വേട്ടയാടുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. അമ്മ നളിനിയും റോക്കിയെ വിവാഹം കഴിക്കുന്നതിനുള്ള അപകടത്തെക്കുറിച്ച് സംസാരിക്കുകയും ജെയിംസിനെ വിവാഹം കഴിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് അവളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കേട്ടെങ്കിലും ദർശന മറുപടി പറഞ്ഞില്ല. അവൾ വേഗം തന്റെ സ്കൂട്ടർ എടുത്ത് പുറത്തേക്ക് പോയി. ഇവർ പറഞ്ഞത് സത്യമാണോ എന്നറിയണം. സ്കൂട്ടർ ഏകദേശം മാർക്കറ്റിന്റെ ഭാഗത്തെത്തിയപ്പോൾ കുറച്ചാളുകൾ മുന്നിൽ വന്നു. കണ്ടാൽ ഗുണ്ടകളെന്ന് തോന്നുന്ന 3-4 പേര്. അതിലൊരുവൻ ദർശനയുടെ അടുത്തേക്ക് വന്നു. ഇവൾ അവന്റെ ആളാ, ഇവൾക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രകാശിനെ അവൻ കൊന്നേ. അവൻ പറഞ്ഞത് കേട്ട് ദർശന നടുങ്ങി. കൊല്ലട ഇവളെ, വെറുതെ വിടരുത്. അയാളത് പറഞ്ഞതും ഗുണ്ടകൾ ദർശനയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. വണ്ടിയെടുക്കാൻ നിൽക്കാതെ ദർശന ഇറങ്ങി ഓടി. ജീവനം കൊണ്ട് ഓടുകയായിരുന്നു അവൾ. ഓടുന്നതിനിടയ്ക്ക് തിരിഞ്ഞു നോക്കിയ ദർശന കണ്ടത് തന്റെ സ്കൂട്ടർ കത്തുന്നതാണ്. ആരോ കയ്യിലുള്ള വടിവാള് അവളുടെ നേരെ വീശിയെറിഞ്ഞു. എന്നാൽ ഉന്നം തെറ്റി ദർശനയുടെ അടുത്തുകൂടെ അത് തെറിച്ചു വീണു. ദർശന പേടിച്ചു വിറച്ചു. വേറൊരുവൻ കയ്യിലുള്ള വടി അവളുടെ കാലിന് നേരെ വീശിയെറിഞ്ഞു. കാലിൽ വടി തട്ടിയതും അവൾ മറിഞ്ഞു വീണു. പാഞ്ഞു വന്ന ഗുണ്ടകളിൽ ഒരുവൻ വാളുകൊണ്ട് അവളെ വെട്ടി. എന്നാൽ അപ്പോഴേക്കും ദർശന ഉരുണ്ടുമാറി. ആളുകൾ കൂടിയിരുന്നു. ദർശന നിലത്ത് നിന്നും എഴുന്നേറ്റു. അവളുടെ വസ്ത്രങ്ങളെല്ലാം അഴുക്ക് പറ്റിയിരുന്നു. വീണ്ടും അവൻ ദർശനയ്ക്ക് നേരെ വാള് വീശി. അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒരു പച്ചക്കറിക്കടയിൽ ഇരുന്ന മത്തങ്ങെടുത്ത് തന്നെ വെട്ടാൻ വന്ന ഗുണ്ടയെ എറിഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് ഓടി. അവൾ ഓടി ഒരു ഷെഡിനകത്ത് ഒളിച്ചിരുന്നു. വിയർത്തു കുളിച്ചിരുന്നു അവൾ. കിതയ്ക്കുന്നുണ്ടായിരുന്നു. എവിടെയൊക്കെയോ മുറിഞ്ഞിട്ടുണ്ട്. വിയർപ്പ് മുറിവിൽ തട്ടിയപ്പോൾ മൊത്തത്തിലൊരു നീറ്റൽ അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ ഫോണെടുത്ത് നാരായണനെ വിളിച്ചു. ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. പലതും പറയാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നന്നായി ഭയന്നു പോയിരുന്നു ദർശന. ആരൊക്കെയോ ഓടുന്ന ശബ്ദം കേൾക്കാം. തന്നെ പിടിക്കാൻ വേണ്ടി അവർ ഓടി നടക്കുന്നതാണ്. തന്നെ കൈ കിട്ടിയാൽ വെട്ടിനുറുക്കും. അവൾ തന്റെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ വേണ്ടി വായ പൊത്തിപ്പിടിച്ചു. കയ്യിൽ വടിവാളും ആയുധങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ തന്നെ അന്വേഷിക്കുന്നത്. ദർശന അവിടെ മൂലയ്ക്ക് കുത്തിയിരുന്ന് തേങ്ങിക്കരഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാൻ പാടില്ലാത്ത അവസ്ഥ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? തന്നെ എന്തിനാണ് അവർ കൊല്ലാൻ ശ്രമിക്കുന്നത്? പെട്ടെന്ന് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടു. മോളെ, മോളെ ദർശന, നീ എവിടെയാണ്? നാരായണന്റെ ശബ്ദം കേട്ടതും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ദർശന ഓടിച്ചെന്നു. നാരായണന്റെ ദേഹത്തേക്ക് വീണു. പേടിച്ചു വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ. എന്തു പറ്റി മോളെ, എന്താ പ്രശ്നം? നീ എന്തിനാ കരയുന്നേ? എനിക്ക് പേടിയാവുന്ന വെച്ചാ അവരെന്നെ കൊല്ലും. കിടുകിട വിറച്ചുകൊണ്ട് ദർശന പറഞ്ഞു. അവളുടെ ശരീരത്ത് മുഴുവൻ അഴുക്ക് പറ്റിയിരുന്നു. ഓടിയപ്പോൾ വീണതുകൊണ്ട് ഡ്രസ്സിലെല്ലാം അഴുക്ക് പറ്റിയിരിക്കുന്നു. നാരായണൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി. പുറത്ത് നാരായണന്റെ കാറ് കിടപ്പുണ്ടായിരുന്നു. ദർശനയെ അതിൽ കയറ്റി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നാരായണൻ കാർ ഓടിച്ചുപോയി. ദർശനയ്ക്ക് പിന്നീട് അങ്ങോട്ട് മാനസിക നില തെറ്റിയ പോലെയായിരുന്നു. ആരോടും മിണ്ടാൻ വയ്യാത്ത അവസ്ഥ. മൊത്തത്തിൽ ഭയം. അച്ഛൻ വന്നില്ലായിരുന്നുവെങ്കിൽ താനിപ്പോൾ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. നാരായണൻ ദർശനയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, ഇതാണ് ഞാൻ പറയുന്നേ, റോക്കിയെ പോലെ ഒരാളെ വിവാഹം കഴിച്ചാലുള്ള അവസ്ഥ. അവന്റെ ശത്രുക്കൾ അവന്റെ ബന്ധുക്കളെയും അവൻ സ്നേഹിക്കുന്നവരെയും വേട്ടയാടിക്കൊണ്ടിരിക്കും. അവൻ ജയിലിലാവും, കണ്ടില്ലേ? ഇനി അവൻ പുറത്തിറങ്ങിയ ഇവരവനെ കൊല്ലില്ല എന്ന് എന്താ ഉറപ്പ്? നല്ല പ്രായത്തിലെ നീ വിധവയാകും. നീ ശരിക്കും ഒന്ന് ആലോചിക്ക്. കല്ലൂക്കാരൻ ജെയിംസിനെ നീ വിവാഹം കഴിച്ചാ നിനക്ക് പിന്നെ സുഖജീവിതാണ്. എല്ലാവരും നിന്നെ ബഹുമാനിക്കും. ഇപ്പൊ കൊല്ലാൻ വന്നവരാരും നിന്റെ ദേഹത്ത് തൊടില്ല. നിന്റെ ദേഹത്ത് തൊടാൻ അവന്മാര് ഭയക്കും. നീ ശരിക്കും ഒന്ന് ആലോചിക്ക്. കല്ലൂക്കാരൻ ജെയിംസിനെ വിവാഹം കഴിച്ച് മഹാറാണിയെ പോലെ നിനക്ക് ജീവിക്കണോ, അതോ റോക്കിയെ വിവാഹം കഴിച്ച് ആ ചെറ്റപ്പുരയിൽ അടുക്കളയിൽ കിടന്ന് നരകിച്ച് ഒടുവിൽ അവന്റെ വിധവയായിട്ട് മാറണോ? എന്തു വേണമെന്ന് ആലോചിക്കേ. നാരായണൻ അതും പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അതിരാവിലെ തന്നെ ദർശന കുളിയെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അവൾ എവിടെ പോയി? നാരായണൻ ചോദിച്ചു. അറിയില്ല, പുറത്തേക്ക് പോയി, ഒന്നും പറഞ്ഞില്ല. ഞാൻ വന്നപ്പോഴേക്കും അവൾ പോയിരുന്നു. വണ്ടിക്കാണോ പോയേ? അല്ല, നടന്നാണ്. നിനക്കൊന്ന് വാതിലൊന്നും ചോദിക്കായിരുന്നില്ലേ? ദേഷ്യത്തോടെ നാരായണൻ പറഞ്ഞു. ഇതേ സമയം ദർശന റോക്കിയുടെ വീടിനടുത്ത് എത്തിയിരുന്നു. ഒരു മരണവീട് പോലെയായിരുന്നു അവിടെ. ക്ലീറ്റസ് ഉണ്ടായിരുന്നു. ദർശന അവനെ പുറത്തേക്ക് വിളിച്ചു.
എനിക്ക് റോക്കിയെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. റോക്കിയെ പോലെ ചങ്കൂറ്റമുള്ള ഒരാളുടെ ഭാര്യയാവാൻ. പക്ഷെ അതിനിടയ്ക്കുണ്ടാവാൻ സാധ്യതയുള്ള അപകടം ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ റോക്കിയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയമാണ്. അവനെ കാണുമ്പോൾ പറയണം എന്നെ മറന്നേക്കാൻ. അവനെപ്പോലെ ഒരാളെ വിവാഹം കഴിച്ച് അപകടം വരുത്തി വെക്കാൻ ഞാനില്ല. എനിക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. ക്ലീറ്റസിന്റെ മുഖത്തേക്ക് നോക്കാതെ തല കുമ്പിട്ടുകൊണ്ടാണ് ദർശന അത് പറഞ്ഞത്. ദർശന, അവൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ നിനക്ക് വേണ്ടി കൂടിയാണ് അവൻ ജയിലിൽ കിടക്കുന്നത്, ക്ലീറ്റസ് പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട. ജീവിച്ചിരുന്നപ്പോൾ തന്നെ മരണത്തെ കൺമുന്നിൽ കണ്ടവളാ ഞാൻ. ഇതുപോലെ ഏതെങ്കിലും ഒരു കേസിൽ പെട്ട് അവനകത്ത് പോയാൽ ഞാൻ എന്ത് ചെയ്യും? അവനു വേണ്ടി ഞാനും നരകിക്കണോ? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അവനോട് പറഞ്ഞേക്ക് എന്നെ മറന്നേക്കാൻ. കൂടുതലൊന്നും പറയാതെ ദർശനം പുറത്തേക്ക് പോയി. അപ്പോൾ നാരായണൻ കാറിൽ വന്നിട്ടുണ്ടായിരുന്നു. അവള് കാറിൽ കയറിയിരുന്നു. അച്ഛാ, കല്ലൂക്കാരൻ ജെയിംസുമായുള്ള വിവാഹത്തിന് എനിക്ക് എതിർപ്പില്ല, കാറിലിരുന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ദർശന പറഞ്ഞു. ദർശന കണ്ണുകൾ തുറന്നു. ഫുൾ സ്പീഡിൽ ഫാൻ കറങ്ങുന്നുണ്ട്. ദർശന കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പുറത്ത് സംസാരമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കുറേ പേര് തിരിച്ചുപോയി എന്ന് തോന്നുന്നു. അതേതായാലും നന്നായി. അവള് ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു. അപ്പോഴാണ് നളിനി കയറി വന്നത്. മോൾ എഴുന്നേറ്റോ? തലവേദന ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ പോയോ? ആ, കുറച്ചുപേരൊക്കെ പോയി. നളിനി ദർശനയുടെ അടുത്ത് വന്നിരുന്നു. എന്നാലും മോൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴമ്മയ്ക്ക്. ദർശനയുടെ തലയിൽ തലോടിക്കൊണ്ട് നളിനി വേദനയോടെ പറഞ്ഞു. എന്ത് ഗതി? ഞാൻ ഈ വീട്ടിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ, ദർശന ദേഷ്യത്തോടെ പറഞ്ഞു. അതിനിവിടെ എന്താടി കുറവ്? സുഖജീവിതമല്ലേ? സുഖജീവിതം. നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ എന്താണ് സുഖജീവിതം? കുറേ പണവും പത്രാസുള്ളതോ? ദർശന പറഞ്ഞപ്പോൾ നളിനിക്ക് ഉത്തരവുണ്ടായില്ല. സത്യത്തിൽ എനിക്കിത് ജയിലായിരുന്നു. തടവിൽ കിടക്കുന്നത് പോലെയായിരുന്നു എൻ്റെ ജീവിതം. ഒരിക്കൽ പോലും ജെയിംസ് എന്നെ സ്നേഹിച്ചിട്ടില്ല. അവൻ്റെ കണ്ണ് എൻ്റെ ശരീരത്തിന് മാത്രമായിരുന്നു. രാത്രിയിൽ മോഹം തോന്നുമ്പോൾ കൂടെ കിടക്കാനൊരു സ്ത്രീ, അതായിരുന്നു ഞാൻ. പല പ്രാവശ്യം അയാളോടൊപ്പം ഈ കട്ടിലിൽ ഒരു ജീവശവം പോലെ കിടന്നു കൊടുത്തിട്ടുണ്ട് ഞാൻ. ശാരീരിക ബന്ധത്തിൻ്റെ സുഖവും സംതൃപ്തിയും സ്നേഹവും സന്തോഷവും എല്ലാം ഞാൻ അനുഭവിച്ചത് ഒരു പ്രാവശ്യം മാത്രമാണ്. ഒരേ ഒരു പ്രാവശ്യം മാത്രം. അവസാനം അത് പറഞ്ഞപ്പോൾ ദർശനയുടെ ശബ്ദം ഇടറി. ഇടിവെട്ടും മഴയുമുള്ള ആ കോളേജ് പരിസരത്തെ രാത്രി അവളുടെ ഓർമ്മയിൽ വന്നു. അമ്മയ്ക്കറിയൂ, ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ജെയിംസ് മാത്രമല്ല അയാളുടെ അനിയൻ കിഷോറും എൻ്റെ ഒപ്പം ഈ കട്ടിലിൽ കിടന്നേനെ. ദർശന അത് പറഞ്ഞപ്പോൾ നളിനി ഞെട്ടിപ്പോയി. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? ദർശനയുടെ ഇരുവശവും പിടിച്ചുകൊണ്ട് നളിനി ചോദിച്ചു. സത്യം, ജെയിംസിൻ്റെ അനിയൻ കിഷോറിന് എന്നെ നോട്ടമുണ്ടായിരുന്നു. പല പ്രാവശ്യം അറിയാത്തതുപോലെ ദേഹത്ത് തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവനോട് ദേഷ്യത്തിൽ സംസാരിച്ചപ്പോൾ രാത്രിയിൽ അവൻ വന്ന് കൂടെ കിടക്കട്ടെ എന്നായിരുന്നു മറുപടി. അവന് എന്നോടൊപ്പം കിടക്കാൻ താല്പര്യമുണ്ടെന്ന്. ഭൂമി പിളർന്നു പോയെങ്കിലും ഒന്ന് പോലും തോന്നിപ്പോയി എനിക്ക്. നീ ഇത് ജെയിംസിനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? ഒന്ന് വഴങ്ങി കൊടുത്തേക്കാൻ. അവർ ചേട്ടനനിയന്മാർ എന്ത് കിട്ടിയാലും പങ്കിട്ടെടുത്തിട്ടേ ഉള്ളൂ എന്ന്. ദർശന പറഞ്ഞത് കേട്ടപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി നളിനിക്ക്. അലക്സാണ്ടർ അറിഞ്ഞില്ലേ ഇത്? അറിഞ്ഞു. അയാൾക്കതിൽ കുഴപ്പമൊന്നുമില്ല. അനിയന്മാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുള്ള വലിയേട്ടനല്ലേ. എൻ്റെ ഈശ്വര, ആ നരകത്തിലേക്കാണല്ലോ നിന്നെ കെട്ടിച്ചു വിട്ടത്. അമ്മ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ മോളെ. അന്ന് കിഷോർ മരിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലായെങ്കിൽ അവനേതായാലും ചത്തത് നന്നായി. എല്ലാം ഞാൻ ചെയ്ത ചതിയുടെ ഫലാണ്. നിങ്ങളുടെ എല്ലാ വാക്ക് കേട്ട് സുഖജീവിതം തേടി റോക്കിയെ ചതിച്ചവളാണ് ഞാൻ. പാവം, ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. എനിക്ക് വേണ്ടിയല്ലേ ആ പ്രകാശിനെ അവൻ കൊന്നത്. അതിനവനല്ലല്ലോ കൊന്നത്. നളിനി പെട്ടെന്ന് കയറി പറഞ്ഞു. അത് കേട്ട് ദർശനം നടുങ്ങി. പിന്നെ ആരാ അത് ചെയ്തത്? പെട്ടെന്ന് നളിനിയുടെ മുഖം വിളറി. പറഞ്ഞത് അബദ്ധമായി പോയെന്ന് മനസ്സിലായി. ഓ, ഒന്നുമില്ല. നളിനി എഴുന്നേറ്റ് പോകാനൊരുങ്ങി. ദർശന പെട്ടെന്ന് നളിനിയുടെ കൈ കയറി പിടിച്ചു. അമ്മ പറഞ്ഞിട്ട് പോയാൽ മതി. ആരാ പിന്നെ ആ കൊലപാതകം നടത്തിയത്? ആരാ ഞങ്ങളെ ചതിച്ചത്? ദർശന ചോദിച്ചു. നിന്റെ അച്ഛനോട് പോയി ചോദിക്ക്. നിന്റെ അച്ഛനും അലക്സാണ്ടറും ഒക്കെ ചേർന്നാണ് ഇതുപോലൊരു നാടകം ഉണ്ടാക്കി. അത്രേ എനിക്കറിയൂ. അയാളെ കൊന്നതാരാണെന്നൊന്നും എനിക്കറിയില്ല. വിളറി നിന്ന് പോയി ദർശന. തൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നിയ അവൾക്ക്. ഈശ്വരാ, ചതി പറ്റിയല്ലോ. അപ്പോ അന്ന് തന്നെ ആക്രമിക്കാൻ ഗുണ്ടകൾ ഓടിച്ചിട്ടത് അതും നാടകമാണോ? ശബ്ദമുയർത്തി ദർശന ചോദിച്ചു. അതെ, തല കൊമ്പിട്ടുകൊണ്ടാണ് നളിനി അത് പറഞ്ഞത്. എല്ലാവരും കൂടി ചേർന്ന് റോക്കി ചതിച്ചു. താനും കൂടി അതിൽ പങ്കുചേർന്നല്ലോ. അവൾക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നിപ്പോയി. അവളുടെ മുഖഭാവം കണ്ട് നളിനി ഭയന്നു.
നളിനി പതിയെ പുറത്തേക്കിറങ്ങി. ആന്റണിയുടെ നാവിൽ നിന്ന് റോക്കിയും ദർശനയും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റി കേൾക്കുകയായിരുന്നു കീർത്തനയും രാധികയും. സത്യത്തിൽ അവനാരെയും കൊന്നിട്ടില്ല, ചതിക്കുമായിരുന്നു എല്ലാവരും അവനെ. ആന്റണി പറഞ്ഞു. അപ്പൊ പിന്നെ ആരാണ് അയാളെ കൊന്നത്? അതറിയില്ല. അന്ന് പ്രകാശിന്റെ വീട്ടിൽ റോക്കി പോയിരുന്നു. രാത്രി 10 മണിക്ക് ശേഷം റോക്കി പ്രകാശിന്റെ വീട്ടിലെത്തി അയാളുടെ ഭാര്യ ജലജയോട് പ്രകാശൻ എവിടെയാണെന്ന് ചോദിച്ചു. പ്രകാശൻ വീട്ടിലില്ലെന്നറിഞ്ഞപ്പോൾ റോക്കി ജലജയോട് പ്രകാശനെ സംസ്കരിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞു. കാരണം അവൻ ചെയ്ത തെറ്റിന് അവൻ മരിക്കുമെന്നും അവന്റെ മൃതദേഹം മാത്രമേ അവളിനി കാണൂ എന്നും പറഞ്ഞു. റോക്കി പിന്നീട് അവിടെ നിന്ന് പോകുമ്പോൾ പ്രകാശിനെ കാണുകയും ദർശനെ ബ്ലാക്ക്മെയിൽ ചെയ്തതിന് അവന്റെ മുഖത്തടിക്കുകയും ചെയ്തു. പ്രകാശൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും റോക്കി അവനെ പിന്തുടരുകയും ചെയ്തു. എന്തോ പ്രശ്നമുണ്ടല്ലോ, പ്രകാശനല്ലേ ആ ഓടി? ആളുകൾ അത് പറഞ്ഞു നിൽക്കെ തന്നെ റോക്കി പിന്നാലെ ഓടുന്നത് കണ്ടു. ഒന്നും മനസ്സിലാവാതെ ആളുകൾ പരസ്പരം നോക്കി. പ്രകാശൻ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഷോറൂമിലേക്ക് ചാടിക്കയറി. അതിനുള്ളിൽ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതിൽ കൂടെ മുകളിലേക്ക് ഓടിക്കയറി. റോക്കി പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. തന്റെ കയ്യിലിരിക്കുന്ന ടോർച്ച് തെളിച്ചുകൊണ്ട് റോക്കി മുന്നോട്ട് നടന്നു. ഇനി അവൻ ഓടാൻ സാധ്യതയില്ല. പെട്ടെന്ന് പ്രകാശിന്റെ നിലവിളി കേട്ടു റോക്കി. അവൻ ആ ഭാഗത്തേക്ക് ഓടി. ടോർച്ചിന്റെ വെളിച്ചത്തിൽ റോക്കി കണ്ടു ചോരയിൽ കുളിച്ചു കിടക്കുന്ന പ്രകാശൻ. അയാളുടെ നെഞ്ചിന്റെ ഭാഗത്ത് താഴ്ന്നിറങ്ങിയ കടാര. പെടച്ചിലൂടെ പ്രകാശൻ നിശ്ചലമായി. പെട്ടെന്നാണ് അവിടേക്ക് പോലീസ് കയറി വന്നത്. CI സുധാകരനും SI അരവിന്ദനും കോൺസ്റ്റബിൾ നാരായണനും ഉൾപ്പെടെയുള്ള പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാർ റോക്കിയെ ബലമായി പിടിച്ചു. കയ്യിലൊരു കർച്ചീഫ് എടുത്ത് അതുകൊണ്ടും പ്രകാശിന്റെ നെഞ്ചിൽ തറഞ്ഞിരിക്കുന്ന കടാര വലിച്ചൂരി CI സുധാകരൻ. എന്നിട്ട് റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. റോക്കിയുടെ വലത് കൈ ബലമായി പിടിച്ചുയർത്തി കടാരയിലെ പിടിയിൽ പിടിപ്പിച്ചു. എന്നിട്ട് നാരായണനെ ഏൽപ്പിച്ചു. സൂക്ഷിച്ചു വെച്ചേക്ക്, ഈ കടാരയും കൊണ്ടാണ് ഇവൻ പ്രകാശിനെ കൊന്നിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് അതിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഒരു ചിരിയോടെ നാരായണൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ കടാരയിട്ട് വെച്ചു. അപ്പോൾ പിന്നെ നമുക്കങ്ങ് പോയാലോടാ? സുധാകരൻ ചോദിച്ചു. സർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാനല്ല ഇത് ചെയ്തത്. അയ്യോ, ഇത്രയായിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നീ പ്രതിയായതല്ല, നിന്നെ പ്രതിയാക്കിയതാണ്. അതിനാണ് ആ കടാരയിൽ നിന്റെ ഫിംഗർ പ്രിന്റ് പതിപ്പിച്ചത്. മനസ്സിലായോ? ചിരിച്ചുകൊണ്ട് സുധാകരൻ പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല. ചെയ്യാത്ത കുറ്റം ഞാൻ ഏറ്റെടുക്കില്ല, റോക്കി തീർത്തു പറഞ്ഞു. അതിന് സമയമുണ്ടടാ. ഇന്ന് സാറ്റർഡേ, നാളെ സൺഡേ. ഇനി തിങ്കളാഴ്ചയെ കോടതിയുള്ളൂ. ഇന്ന് രാത്രി നാളെ മുഴുവനും സമയം അങ്ങ് കിടക്കുകയല്ലേ നിന്നെക്കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ. പുറത്ത് പരിക്കില്ലാതെ നിന്നെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പിള്ളേർ അവിടെയുണ്ട്, സുധാകരൻ പറഞ്ഞു. സാർ, ഇത് ശരിയല്ല, SI അരവിന്ദൻ സുധാകരനോട് പറഞ്ഞു. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഇല്ല സാർ, ഞാനിതിന് കൂട്ടു നിൽക്കില്ല. എടോ അരവിന്ദ, നിയമത്തെ പോലും പന്താടാൻ കഴിവുള്ള ആളുകളാണ് ഇതിനു പിന്നിൽ. താൻ അനുസരിച്ചേ പറ്റൂ. നാരായണനും സംഘവും റോക്കിയെ താഴേക്ക് കൊണ്ടുപോയി. അവന്റെ കയ്യിൽ അവർ ബലമായി വിലങ്ങണിയിച്ചു. ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിന് നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും, റോക്കി പറഞ്ഞു. അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ റോക്കിയെ അവർ ക്രൂരമായി മർദ്ദിച്ചു. സത്യത്തിൽ പോലീസ് ആയിരുന്നില്ല അവനെ മർദ്ദിച്ചത്. പോലീസ് യൂണിഫോം ഇട്ട ക്രിമിനലുകളായിരുന്നു. മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ റോക്കിക്കെതിരെയായിരുന്നു തെളിവുകൾ. SI അരവിന്ദൻ റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല റോക്കി, ഞാനിവിടെ നിസ്സഹായനാണ്, അരവിന്ദൻ റോക്കിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അറിയാം സാർ, ഒന്നുമില്ലെങ്കിൽ എനിക്ക് വേണ്ടി സാറെങ്കിലും വാദിച്ചല്ലോ. സാറിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണത്? എൻ്റെ അനിയൻ ക്ലീറ്റസും സാറിൻ്റെ മകളുമായ പ്രണയത്തിലാണ്. അവൻ എന്നെ പോലെയല്ല, പാവാണ്. ആരെയും ഉപദ്രവിക്കാനൊന്നും അവനറിയില്ല. സാറിന് പറ്റുമെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കണം. റോക്കി അത് പറഞ്ഞപ്പോൾ അരവിന്ദൻ റോക്കിയുടെ തോളിൽ പതുക്കെ തട്ടി. അതിനുശേഷം പുറത്തേക്ക് പോയി. ഇതൊക്കെ റോക്കി പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞേ, ആന്റണി അവരോട് പറഞ്ഞു. അപ്പോഴാണ് റോക്കി കയറി വന്നത്. നിന്നോടാരാ പറഞ്ഞ് ഇതൊക്കെ ഇവിടെ പറയാൻ? റോക്കി ദേഷ്യത്തോടെ ആന്റണിയോട് പറഞ്ഞു. നിന്നെ ആരും മോശമായി കാണരുത്, അതുകൊണ്ടാണ് ഞാനെല്ലാം പറഞ്ഞേ. റോക്കി മറുപടി പറയാതെ തിരിച്ചു പോകാൻ ഇറങ്ങി. റോക്കി പോവല്ലേ, നിൽക്ക്, കീർത്തന പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എന്നിട്ട് റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. റോക്കി ഇപ്പോഴും മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. റോക്കി അതിന് മറുപടി പറഞ്ഞില്ല. CI സുധാകരൻ, കിഷോർ, ജെയിംസ് ഇവരെയൊക്കെ അതിക്രൂരമായി കൊല്ലാൻ എന്താ കാരണം? റോക്കിയുടെ അച്ഛൻ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നറിയില്ല. ക്ലീറ്റസ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ മരിച്ചത് എൻ്റെ ചേച്ചിയും അച്ഛനുമാണ്. ചേച്ചിയെയും അച്ഛനെയും കൊന്നതിന് എനിക്കാണ് അവരെ കൊല്ലാനുള്ള ശത്രുതയുള്ളത്. കീർത്തന റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. റോക്കിയുടെ മുന്നിൽ വന്നു നിന്നു. പറ, ഇവരെ കൊല്ലാനുള്ള ശത്രുത റോക്കിക്ക് എങ്ങനെയുണ്ടായി? അങ്ങനെയൊന്നുമില്ല. ക്ലീറ്റസിന്റെ കാമുകിയെ കൊന്ന കാര്യത്തിൽ ക്ലീറ്റസ് ആണ് എനിക്ക് കൊട്ടേഷൻ തന്നത്, അല്ലാതെ മറ്റൊരു കാര്യം എനിക്കില്ല, റോക്കി പറഞ്ഞൊഴിഞ്ഞു. അപ്പോൾ പിന്നെ ആരാ ഡയാന?
കീർത്തന അത് പറഞ്ഞപ്പോൾ ഒരു നടുക്കത്തോടെ റോക്കി കീർത്തനയെ നോക്കി. റോക്കിയെ തടഞ്ഞു വെച്ച് കല്ലൂക്കാരൻ സാവിയോയും സംഘവും പ്രകാശിനെ കൊന്ന കുറ്റം ഏറ്റെടുക്കാൻ ഭീഷണിപ്പെടുത്തുന്നു. റോക്കിയുടെ സഹോദരിയായ ഡയാനയെ കൊണ്ടുവന്ന് ഉപദ്രവിക്കുമെന്നും പറഞ്ഞ് അവനെ നിർബന്ധിക്കുകയാണ്. ഡയാനയെ ഇനി ഉപദ്രവിക്കില്ലെന്ന ഉറപ്പിൽ റോക്കി കുറ്റം ഏറ്റെടുക്കാൻ സമ്മതിച്ചു. പിറ്റേന്ന് റോക്കി കോടതിയിൽ കുറ്റസമ്മതം നടത്തുന്നു. എന്നാൽ റിട്ടയർഡ് DIG കൃഷ്ണമേനോനോടൊപ്പം SI അരവിന്ദൻ ജഡ്ജിയെ കാണാനായി പോയി. കയ്യിലിരിക്കുന്ന വീഡിയോ ജഡ്ജിയെ കാണിച്ചു. അതൊരു CCTV ദൃശ്യങ്ങളായിരുന്നു. പ്രകാശിനെ കറുത്ത തടിയനായ ഒരാൾ കുത്തുന്നതിന്റെ ദൃശ്യം അതിലുണ്ടായിരുന്നു. അതിനുശേഷം അയാൾ ഒരു ഇരുട്ടത്തേക്ക് മാറി നിന്നു. അപ്പോഴേക്കും റോക്കി ഓടി അവിടെ എത്തി. അല്പം കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് സംഘവും എത്തി. സുധാകരൻ വിലങ്ങിട്ട് റോക്കിയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഇരുട്ടത്ത് മറഞ്ഞു നിന്നവൻ പതുക്കെ പുറത്തേക്ക് പോയി. സർ, ഇതാണ് അവിടെ നടന്നത്, കൃഷ്ണമേനോൻ പറഞ്ഞു. ഇതെന്തുകൊണ്ട് നേരത്തെ ഹാജരാക്കിയില്ല? മാത്രമല്ല, അയാൾ എന്തുകൊണ്ട് കുറ്റം സ്വയം ഏറ്റെടുത്തു? സർ, ഈ കേസ് അന്വേഷിച്ച പോലീസുകാരിൽ പലരും അവരുടെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യത്തിന് പിന്നാലെ അവർ പോയില്ല. ഉണ്ടായിരുന്നത് കൃത്രിമ സാക്ഷികളും കൃത്രിമ തെളിവുകളുമായിരുന്നു. അത് വെച്ച് അവർ അവനെ കുടുക്കി. സർ, 2 ദിവസം മുമ്പ് റോക്കിയുടെ പെങ്ങളെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഒരു പരാതി വന്നിരുന്നു. എന്റെ ബലമായ സംശയം ആ പെൺകൊച്ചിനെ മുന്നിൽ നിർത്തി റോക്കിയെ കൊണ്ട് കുറ്റസമ്മതം നടത്തിച്ചെന്നാണ്. അനിയത്തിയെ ജീവന തുല്യം സ്നേഹിക്കുന്നവൻ അത് സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. SI അരവിന്ദാണ് അത് പറഞ്ഞത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? ജഡ്ജി അത്ഭുതത്തോടെ പറഞ്ഞു. ഇതിലും വലുതൊക്കെ നടക്കുന്നുണ്ട് സർ. നമ്മുടെ നഗരത്തിൽ കൂടി പല മാരക ലഹരി വസ്തുക്കൾ ഒഴുകി നടക്കുന്നതിന് പിന്നിൽ ഇവരൊക്കെ തന്നെയാണ്. സാവിയോ എന്ന നൊട്ടോറിയസ് ക്രിമിനലാണ് ഇതിന് പിന്നിൽ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവരെ കസ്റ്റഡിയിലെടുത്തുകൂടാ? കൂടുതൽ തെളിവ് കിട്ടേണ്ടതുണ്ട് സർ. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. മാത്രമല്ല, രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള പലരും അവരുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ തെളിവുകൾ അത് സ്ട്രോങ് ആയിരിക്കണം, മേനോൻ പറഞ്ഞു. ഓക്കെ മിസ്റ്റർ മേനോൻ, ഓൾ ദി ബെസ്റ്റ്. ഇന്ന് തന്നെ റോക്കിയെ എൻ്റെ മുന്നിൽ ഹാജരാക്കണം. അയാളോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ജഡ്ജി പറഞ്ഞ അടുത്ത നിമിഷം തന്നെ അരവിന്ദൻ റോക്കിയുടെ അടുത്തേക്ക് പോയി. നിന്റെ പെങ്ങൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഒരു ഞെട്ടലോടെ റോക്കി അരവിന്ദനെ നോക്കി. നീയൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. തെറ്റ് ചെയ്യാതെ നീ ഇവിടെ കിടക്കേണ്ടതില്ല. നിന്നെ ഞാൻ മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് ഹാജരാക്കാൻ പോവാണ്. ഉണ്ടായ കാര്യങ്ങൾ തുറന്നു പറയണം, അരവിന്ദൻ റോക്കിയോട് പറഞ്ഞു. റോക്കി, നീ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. നിന്റെ അനിയൻ ക്ലീറ്റസുമായുള്ള എൻ്റെ മകളുടെ വിവാഹം. എനിക്കതിൽ താല്പര്യക്കുറവൊന്നുമില്ല. നീയും നിന്റെ അനിയനും എല്ലാം നല്ലവരാണെന്ന് എനിക്കറിയാം. എൻ്റെ മകൾ ശരണ്യ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, നിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ. അരവിന്ദൻ പറയുന്നത് റോക്കി കേട്ടിരുന്നു. അവർ ജഡ്ജിയുടെ മുന്നിലെത്തി. ജഡ്ജിയുടെ ചോദ്യത്തിന് റോക്കി കൃത്യമായി മറുപടി പറഞ്ഞു. അധികം വൈകാതെ തന്നെ റോക്കിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഓർഡർ വന്നു. റോക്കി പോയ ഉടനെ തന്നെ സുധാകരൻ അരവിന്ദന്റെ മുന്നിൽ വന്നു. നീ ഒരുപാട് കഷ്ടപ്പെട്ടു അവനെ പുറത്തിറക്കാൻ, അല്ലേ? തെറ്റ് ചെയ്യാത്തതുകൊണ്ട് അവൻ പുറത്തിറങ്ങേണ്ടവനാണല്ലോ സർ. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു നീ ജഡ്ജിയോട്? പറയേണ്ട കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാറിന് ഞാനൊരു ഔദാര്യം ചെയ്തു. സാറിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. അത് തൽക്കാലം ഞാൻ സാറിന് തരുന്നൊരു ഭിക്ഷയെ കരുതിയാൽ മതി. CI സുധാകരനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് അരവിന്ദൻ ഇറങ്ങിപ്പോയി. വീട്ടിലെത്തിയ റോക്കിയെ അമ്മ ക്ലാര ശാസിക്കുകയും ഡയാനയെ നഷ്ടപ്പെട്ടതിലും അപ്പനെ കാണാതായതിലും ദുഃഖിക്കുകയും ചെയ്യുന്നു. ക്ലീറ്റസ് അപ്പനോടൊപ്പം ഡയാനെ അന്വേഷിച്ചു പോയെന്നും അപ്പൻ തന്നെ വീട്ടിലേക്ക് വിട്ടതിന് ശേഷം എങ്ങോട്ടോ പോയെന്നും പറയുന്നു. അമ്മയോടൊപ്പം നിൽക്കാൻ ക്ലീറ്റസിനോട് പറഞ്ഞ് റോക്കി എങ്ങോട്ടോ പോയി. റോക്കി കുറച്ച് സമയത്തിന് ശേഷം സുധാകരന്റെ വീട്ടിലെത്തി. വാതിൽ തുറന്നയുടൻ അയാളെ ചവിട്ടി വീഴ്ത്തി. നിലത്തു നിന്നും ചാടി എഴുന്നേറ്റ് സുധാകരൻ കണ്ടത് മുന്നിൽ നിൽക്കുന്ന റോക്കിയെയാണ്. റോക്കിയുടെ അമ്മ ക്ലാര ഡയാനയെ കാണാതായതിലും ഭർത്താവ് പൈലിയെയും റോക്കിയെയും കാണാതായതിലും വിഷമിച്ചിരിക്കുകയാണ്. റോക്കി തന്റെ പിതാവ് പൈലിയുടെ അതേ സ്വഭാവമുള്ളവനാണെന്നും പൈലി മുമ്പ് ഒരു ഗുണ്ടയാണെന്നും ക്ലാര ക്ലീറ്റസിനോട് പറയുന്നു. അതേസമയം റോക്കി സുധാകരന്റെ വീട്ടിലെത്തി അയാളെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. ഡയാനയെ തട്ടിക്കൊണ്ടുപോയി നായകൾക്ക് ഇട്ടുകൊടുത്ത ക്രൂരത സുധാകരൻ റോക്കിയോട് വെളിപ്പെടുത്തുന്നു. ഇത് കേട്ട് റോക്കി പൊട്ടിക്കരയുകയും സുധാകരനെ വീണ്ടും മർദ്ദിക്കുകയും ചെയ്യുന്നു. ഡയാനയോട് ഈ ക്രൂരത ചെയ്ത കല്ലൂക്കാരന്മാർക്ക് റോക്കി തിരിച്ചടി നൽകുമെന്നും പിന്നീട് സുധാകരന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി റോക്കി അവിടെ നിന്ന് ഇറങ്ങാണ്. പിന്നീട് ക്ലാരയും ക്ലീറ്റസും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൈലി മക്കൾ ജനിച്ചതിന് ശേഷം നന്നാക്കാൻ വേണ്ടി നാടുവിട്ടു പോയതാണെന്നും ഇപ്പോൾ ഡയാനയെ കാണാതായതോടെ പഴയ സ്വഭാവം തിരികെ വന്നു കാണുമോ എന്നും ക്ലാര ആശങ്കപ്പെടുന്നു. കല്ലൂക്കാരന്മാരുടെ അടുത്ത് പോയെങ്കിൽ അവർ പൈലിയെ എന്തും ചെയ്യുമെന്നും ക്ലാര ഭയക്കുന്നു. അപ്പോൾ പുറത്ത് ആരോ വരുന്നത് കാണുന്നു. ഒരു കനത്ത മഴയുള്ള രാത്രിയിൽ പൈലി വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഭാര്യ ക്ലാരയും മകൻ ക്ലീറ്റസും ആശങ്കയിലായിരുന്നു.
ഡയാനയെ കാണാതായതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ച് അവർ സംസാരിച്ചു. പൈലി തന്റെ മകൻ റോക്കി ഡയാനയെ തിരികെ കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിച്ചു. മറ്റൊരു സ്ഥലത്ത് റോക്കി ആന്റണിയോടൊപ്പം മദ്യപിച്ച് ഡയാനയെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖത്തിൽ ആഴ്ന്നിരുന്നു. ഡയാനയെ കൊന്നവരോട് പ്രതികാരം ചെയ്യുമെന്ന് റോക്കി ശപഥം ചെയ്തു. പിറ്റേന്ന് രാവിലെ പൈലി പോലീസ് സ്റ്റേഷനിൽ പോയി ഡയാനയെക്കുറിച്ച് അന്വേഷിച്ചു. SI അരവിന്ദൻ സഹകരിച്ചെങ്കിലും CI സുധാകരൻ റോക്കിയോടുള്ള മുൻവൈരാഗ്യം കാരണം പൈലിയെ അവഹേളിച്ചു. റോക്കി തന്നെ മർദ്ദിച്ചതിലുള്ള ദേഷ്യം സുധാകരൻ പ്രകടിപ്പിക്കുകയും റോക്കിയെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പൈലി സുധാകരന് ചുട്ട മറുപടി നൽകി. ഇതിനിടെ ക്ലീറ്റസും ശരണിയും മറൈൻ ഡ്രൈവിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു. ഡയാനയെ കാണാതായതിലുള്ള തങ്ങളുടെ വിഷമങ്ങൾ അവർ പങ്കുവച്ചു. ശരണയുടെ അച്ഛൻ കല്ലൂക്കാരന്മാരുടെ ബിസിനസ് രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും അവരെ വേരോടെ പിഴുതെറിയാൻ പദ്ധതിയിടുന്നുണ്ടെന്നും ശരണ്യ പറഞ്ഞു. പെട്ടെന്ന് ഒരു കറുത്ത ജീപ്പിൽ വന്ന 3-4 പേർ ക്ലീറ്റസിനെയും ശരണ്യയും തട്ടിക്കൊണ്ടുപോയി. കല്ലൂക്കാരൻ സാവിയോയും അലക്സാണ്ടറും ചേർന്ന് SI അരവിന്ദനെ ക്രൂരമായി മർദ്ദിച്ചു. തങ്ങൾക്കെതിരെയുള്ള രഹസ്യരേഖകൾ കൈക്കലാക്കാനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ അരവിന്ദൻ വഴങ്ങിയില്ല. സാവിയോ അരവിന്ദന്റെ മകൾ ശരണ്യയും ക്ലീറ്റസിനെയും ബന്ദികളാക്കി. എന്നിട്ടും അരവിന്ദൻ വഴങ്ങാതിരുന്നപ്പോൾ സാവിയോ ശരണ്യയെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി. ഇത് കണ്ട് നിയന്ത്രണം വിട്ട ക്ലീറ്റസ് ഗുണ്ടകളെ തള്ളിമാറ്റി കിഷോറിന്റെ റിവോൾവർ തട്ടിയെടുത്തു. സാവിയോയെ ഭീഷണിപ്പെടുത്തി അരവിന്ദന്റെ കെട്ടടിക്കാൻ ക്ലീറ്റസ് ആവശ്യപ്പെട്ടു. ഗുണ്ടകളിൽ ഒരാളെ വെടിവെച്ച് ക്ലീറ്റസ് തന്റെ ഉറച്ച നിലപാട് അറിയിച്ചു. സാവിയോ വഴങ്ങി അരവിന്ദന്റെ കെട്ടടിച്ചു. ക്ലീറ്റസ് ശരണ്യയും എടുത്ത് അരവിന്ദനൊപ്പം രക്ഷപ്പെടാൻ ശ്രമിച്ചു. പുറത്ത് അവർക്ക് നേരെ നായകൾ പാഞ്ഞെടുത്തു. അരവിന്ദൻ നായകളെ നേരിടാൻ ഗേറ്റ് അടച്ച് ക്ലീറ്റസിനെയും ശരണ്യയും രക്ഷപ്പെടുത്തി. എന്നാൽ സാവിയോയുടെ ആളുകൾ ജീപ്പിൽ അവരെ പിന്തുടർന്നു. ഒരു ജീപ്പ് ക്ലീറ്റസിനെ ഇടിക്കുകയും ശരണ്യയും കൊണ്ട് അവൻ മറിഞ്ഞു വീഴുകയും ചെയ്തു. ബോധം മറയും മുമ്പ് ആരോ തന്നെ ഒരു വാഹനത്തിലേക്ക് മാറ്റുന്നത് ക്ലീറ്റസ് അറിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ ക്ലീറ്റസ് റോക്കിയുടെ രഹസ്യ സങ്കേതത്തിലായിരുന്നു. ശരണ്യയെക്കുറിച്ച് റോക്കിക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നു. ക്ലീറ്റസ് ശരണ്യയെ നഷ്ടപ്പെട്ടതിൽ ദുഃഖിച്ചു. പിറ്റേ ദിവസം പൈലി ക്ലീറ്റസിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. SI അരവിന്ദനെ കാണാതായതായി പോലീസ് അറിയിച്ചു. കല്ലൂക്കാരന്മാരാണ് ഇതിനെല്ലാം പിന്നിലെന്ന് ഒരു കോൺസ്റ്റബിൾ സൂചന നൽകി. പിന്നീട് വല്ലാർപാടം കണ്ടെയ്നർ പാലത്തിനടിയിൽ ഒരു മൃതദേഹം കണ്ടെത്തുകയും അത് ക്ലീറ്റസിൻ്റെതാണെന്ന് പൈലി തിരിച്ചറിയുകയും ചെയ്തു. ക്ലാരയുടെ ദുഃഖം കുറയ്ക്കുന്നതിനായി ക്ലീറ്റസിന്റെ മൃതദേഹം രഹസ്യമായി സൂക്ഷിക്കാൻ പൈലി ആവശ്യപ്പെട്ടു. ക്ലീറ്റസിനെയും ശരണിയും തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളെ തടയാൻ പൈലി എത്തി. ഗുണ്ടാ നേതാവ് മാർട്ടിനും സംഘവും ക്ലീറ്റസിനെയും ശരണിയെയും നായകൾക്ക് എറിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ പൈലി അവരെ നേരിട്ടു. മിന്നൽ വേഗത്തിൽ 10 മിനിറ്റിനുള്ളിൽ പൈലി ഗുണ്ടകളെ അവശരാക്കി. പിന്നീട് പൈലി ക്ലീറ്റസിനെ റോക്കിയുടെ രഹസ്യ സങ്കേതത്തിൽ എത്തിച്ചു. ക്ലീറ്റസ് ജീവിച്ചിരിക്കുന്നു എന്ന വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ പൈലി റോക്കിയോട് പറഞ്ഞു. ക്ലീറ്റസിന്റെ വസ്ത്രങ്ങൾ വാങ്ങി തന്റെ ഒരു സുഹൃത്തായ ഡോക്ടർ വരുമെന്നും പൈലി അറിയിച്ചു. ശേഷം പൈലി ആരെയും അറിയിക്കാതെ ക്ലീറ്റസിന്റെ ശരീരത്തിന് സമാനമായ ഒരു മൃതദേഹം തനിക്ക് വേണമെന്നാവശ്യപ്പെട്ട് ആരെയോ ഫോണിൽ വിളിച്ചു. മോർച്ചറിക്ക് പുറത്ത് കാത്തിരുന്ന ഓട്ടോയിൽ കയറി പോകുമ്പോൾ പൈലി സുധാകരനെ നോക്കി നിഗൂഢമായി ചിരിച്ചു. പൈലിയുടെ ചിരി സുധാകരനിൽ സംശയമുണ്ടാക്കി. ചെകുത്താൻ പൈലി എന്ന പേര് കേട്ടത് ഇവിടെയാണെന്ന് ഓർക്കാൻ സുധാകരൻ ശ്രമിച്ചു. കീർത്തന റോക്കിയോട് ഡയാനയുടെ മരണത്തെക്കുറിച്ച് സംസാരിച്ചു. ഡയാനയെ ക്രൂരമായി കൊന്നവരോടുള്ള പ്രതികാരം റോക്കി വിവരിച്ചു. സുധാകരനെ കൊന്നത് താനാണെന്നും ഡയാനയെ കടിച്ചു കീറിയതുപോലെ പ്രതികളെ നായകളെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുമെന്നും റോക്കി പറഞ്ഞു. അതിനിടെ കല്ലൂക്കാരന്മാരുടെ വീട്ടിൽ നാരായണൻ അലക്സാണ്ടറിനെ വിമർശിച്ചു. ജെയിംസിന് മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധത്തെക്കുറിച്ചും കിഷോറിന്റെ ദുശീലങ്ങളെക്കുറിച്ചും നാരായണൻ സംസാരിച്ചു. ദർശനെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങിയ നാരായണനെ സാവിയോ തടയുകയും മർദ്ദിക്കുകയും ചെയ്തു. അലക്സാണ്ടർ തളർന്നിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ സാവിയോ കുടുംബത്തിന്റെ ശക്തി താനാണെന്നും അലക്സാണ്ടറിനെ തോൽക്കാൻ താൻ അനുവദിക്കില്ലെന്നും പറഞ്ഞു. സാവിയോയുടെ ചോദ്യങ്ങൾക്ക് അലക്സാണ്ടർ മറുപടി നൽകാതെ നിശബ്ദനായിരുന്നു. തന്റെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടതിൽ താൻ ദുർബലനായെന്ന് അലക്സാണ്ടർ സമ്മതിച്ചപ്പോൾ സാവിയോ ചിരിച്ചു. സാവിയോയുടെ കൂടെയുള്ളതായിരുന്നു തന്റെ ശക്തിയെന്ന് അലക്സാണ്ടർ തിരിച്ചറിഞ്ഞു. 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ശരണ്യ ഒരാശുപത്രിയിൽ ബോധം തെളിഞ്ഞു. അവൾക്ക് ഓർമ്മക്കുറവുണ്ടായിരുന്നെങ്കിലും സിസ്റ്റർമാർ അവളെ പരിചരിച്ചു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവൾ വിശ്രമിച്ചു. സാവിയോയും അലക്സാണ്ടറും സംസാരിക്കുമ്പോൾ ജോസഫ് പത്രോസ് അവിടെയെത്തി. DYSP രാജീവ് കൃഷ്ണൻ സുധാകരന്റെയോ കിഷോറിന്റെയോ ജെയിംസിന്റെയോ കൊലപാതകങ്ങളല്ല അന്വേഷിക്കുന്നതെന്നും മറിച്ച് സാവിയോയുടെയും അലക്സാണ്ടറിന്റെയും പിന്നാലെയാണെന്നും ജോസഫ് വെളിപ്പെടുത്തി. രാജീവ് കൃഷ്ണൻ DIG കൃഷ്ണകുമാർ മേനോന്റെ മകനാണെന്നും
പ്രതികാരം ചെയ്യാനാണ് അവൻ വന്നിരിക്കുന്നതെന്നും ജോസഫ് അറിയിച്ചു. സാവിയോ ജോസഫിനെ രാജീവിന്റെ നീക്കങ്ങൾ അറിയിക്കാൻ ചുമതലപ്പെടുത്തി. കൃഷ്ണകുമാർ മേനോൻ ശേഖരിച്ച രഹസ്യരേഖകൾ കണ്ടുപിടിക്കണമെന്ന് സാവിയോ അലക്സാണ്ടറിനോട് ആവശ്യപ്പെട്ടു. ആലുവയിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടർ സൈമണിനെ പൈലി സന്ദർശിച്ചു. ശരണയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്നും ഓർമ്മക്കുറവ് താൽക്കാലികമാണെന്നും ഡോക്ടർ അറിയിച്ചു. ഫാദർ വിൻസെന്റ് ഇടപെട്ട് ശരണയെ കാണാൻ പൈലിയോട് ആവശ്യപ്പെട്ടു. പൈലി ശരണയെ സന്ദർശിച്ച് ക്ലീറ്റസ് സുരക്ഷിതനാണെന്ന് അവളെ ആശ്വസിപ്പിച്ചു. ശത്രുക്കൾ ശക്തരായതുകൊണ്ട് ഇപ്പോൾ ക്ലീറ്റസിനെ കാണാൻ സാധിക്കില്ലെന്നും സാവിയോയ്ക്ക് ഭ്രാന്തൻ സ്വഭാവമുണ്ടെന്നും പൈലി അവളെ അറിയിച്ചു. താൻ പോയാൽ സാവിയോ തന്നെ കൊല്ലാൻ വരുമെന്ന് ശരണി ഭയന്നപ്പോൾ ഈ സ്ഥലം സുരക്ഷിതമാണെന്ന് പൈലി അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. കീർത്തന ഭയത്തോടെ റോക്കിയോട് തന്റെ ഭൂതകാലം വിവരിക്കുകയായിരുന്നു. തന്റെ അച്ഛനെയും സഹോദരിയെയും കല്ലൂക്കാരന്മാർ തട്ടിക്കൊണ്ടുപോയെന്നും അവരുടെ മൃതദേഹം പോലും കണ്ടെടുക്കാനായിട്ടില്ലെന്നും അവൾ പറഞ്ഞു. കല്ലൂക്കാരൻ സാവിയോ അവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി തന്റെ അമ്മയെ മർദ്ദിച്ചെന്നും അമ്മ ഇപ്പോൾ വീൽചെയറിലാണെന്നും അവൾ ഓർത്തു. റോക്കി അവളെ ആശ്വസിപ്പിച്ചു. അതേസമയം രാജീവ് കൃഷ്ണൻ സാവിയോയെ നിരീക്ഷിക്കുകയായിരുന്നു. ജോസഫ് പത്രോസ് എന്നയാൾ സാവിയോയെ അറിയാമെന്ന് രാജീവ് കൃഷ്ണനോട് സൂചിപ്പിച്ചു. പിന്നീട് രാജീവ് കൃഷ്ണൻ വർക്കിയെ കണ്ടെത്തി ചോദ്യം ചെയ്യാനായി കാറിൽ കയറ്റി. വർക്കിയെ കണ്ടപ്പോൾ ജോസഫ് പത്രോസ് പരിഭ്രാന്തനായി. രാജീവ് കൃഷ്ണൻ വർക്കിയോട് സാവിയോയെക്കുറിച്ച് അറിയാവുന്നതെല്ലാം പറയാൻ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. വർക്കി തനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ രാജീവ് കൃഷ്ണൻ വർക്കിയെ മർദ്ദിച്ചു. വർക്കി ശ്വാസം മുട്ടാറായപ്പോൾ ജോസഫ് അവനെ പിടിച്ചു മാറ്റി. രാജീവ് കൃഷ്ണൻ ജോസഫിനോട് വർക്കിയെ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. റോക്കിക്ക് സാവിയോയുടെ കോൾ വന്നു. തന്റെ അച്ഛൻ ശരണിയെ രക്ഷിച്ചെന്നും അതുകൊണ്ട് ശരണിയെയും അവളുടെ കുടുംബത്തെയും തനിക്ക് വേണമെന്നും സാവിയോ റോക്കിയോട് പറഞ്ഞു. റോക്കി വിസമ്മതിച്ചപ്പോൾ സാവിയോ റോക്കിയുടെ സുഹൃത്ത് ആന്റണി തന്റെ കസ്റ്റഡിയിലുണ്ടെന്നും അവനെ ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഫോണിലൂടെ ആന്റണിയുടെ കരച്ചിൽ കേട്ട് റോക്കി തളർന്നുപോയി. കീർത്തനെയും കുടുംബത്തെയും സാവിയോയ്ക്ക് കൈമാറി ആന്റണിയെ രക്ഷിക്കാൻ കീർത്തന ആവശ്യപ്പെട്ടു. എന്നാൽ റോക്കി അത് നിരസിച്ചു. രാജീവ് കൃഷ്ണൻ ജോസഫ് പത്രോസിനോട് വർക്കിയെ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ജോസഫ് പത്രോസ് വിമുഖത കാണിച്ചു. താൻ മണ്ടനല്ലെന്നും അരവിന്ദൻ നൽകിയ എല്ലാ രേഖകളും തന്റെ കൈവശമുണ്ടെന്നും രാജീവ് കൃഷ്ണൻ ജോസഫ് പത്രോസിനോട് വെളിപ്പെടുത്തി. താൻ ആരാണെന്നും തന്റെ ഉദ്ദേശം എന്താണെന്നും സാവിയോയെ അറിയിക്കാൻ രാജീവ് കൃഷ്ണൻ ജോസഫിനോട് ആവശ്യപ്പെട്ടു. റോക്കിയും സെബാനും ചേർന്ന് അലക്സാണ്ടറിന്റെ മകൾ ചിന്നുവിനെ തട്ടിക്കൊണ്ടുപോയി. ആന്റണിയെ ജീവനോടെ തിരികെ ലഭിക്കാനാണ് ഇത് ചെയ്തതെങ്കിലും ഇല്ലെങ്കിൽ ചിന്നുവിനെ ജീവനോടെ കാണില്ലെന്നും റോക്കി ദർശനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. റോക്കിയുടെ ഭീഷണി കേട്ട് ദർശനം മരവിച്ചുപോയി. റോക്കി ചിന്നുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഭയന്നുപോയ ചിന്നുവിനെ കീർത്തന ആശ്വസിപ്പിച്ചു. അലക്സാണ്ടർ വന്നപ്പോൾ ദർശന കരഞ്ഞുകൊണ്ട് മകളെക്കുറിച്ച് ചോദിച്ചു. ദർശനയുടെ മകൾ ചിന്നുവിനെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞ് ദർശനയും അവളുടെ വീട്ടുകാരും പരിഭ്രാന്തരായി. റോക്കിയാണ് ചിന്നുവിനെ തട്ടിക്കൊണ്ടുപോയതെന്നും ആന്റണിയെ തിരികെ ലഭിക്കാൻ വേണ്ടിയാണിതെന്നും അലക്സാണ്ടറിന്റെ ഡ്രൈവർ സലീമു പറഞ്ഞു. അതേസമയം രാജീവ് കൃഷ്ണൻ വർക്കിയെ ചോദ്യം ചെയ്യുകയും സാവിയോയുടെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തുകയും ചെയ്തു. സാവിയോ തന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയതും സാധാൻ സേവയുമായി ബന്ധപ്പെട്ട ക്രൂരതകളും വർക്കി വിശദീകരിച്ചു. സാവിയോ ഒരു അപകടകാരിയാണെന്നും അവനെ കൊല്ലുകയാണ് വേണ്ടതെന്നും വർക്കി രാജീവ് കൃഷ്ണനോട് പറഞ്ഞു. പിന്നീട് സാവിയോയുടെ അനുയായികളോടൊപ്പം അലക്സാണ്ടർ പൈലിയുടെ വീട്ടിലെത്തി റോക്കിയെക്കുറിച്ച് ചോദിച്ചു. റോക്കി ചിന്നുവിനെ തട്ടിക്കൊണ്ടുപോയെന്നും റോക്കിയുടെ മാതാപിതാക്കളെ കൊല്ലുവെന്നും അലക്സാണ്ടർ ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട് ക്ലാര പുറത്തുവന്നു. അലക്സാണ്ടറിനെ പൈലി ചവിട്ടിത്തെറിപ്പിച്ചു. തന്റെ കയ്യിലുള്ള വടിവാളെടുത്ത് ഗുണ്ടകളെ നേരിടാൻ തയ്യാറായ പൈലി തന്റെ വീട്ടിലേക്ക് വരുന്നവരെ വെറുതെ വിടില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. അലക്സാണ്ടറും കൂട്ടരും പൈലിയുടെ വീട്ടിൽ നിന്ന് അപമാനിതരായി മടങ്ങി. അതിനിടെ വർക്കിയെ സാവിയോയുടെ അടുക്കലെത്തിക്കുകയും രാജീവ് കൃഷ്ണനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് സാവിയോ വർക്കിയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. വർക്കിയുടെ ശരീരം നായകൾക്ക് ഇട്ടുകൊടുക്കാൻ സാവിയോ ഉത്തരവിട്ടു. ചിന്നുവിനെ രക്ഷിക്കണമെന്ന് അലക്സാണ്ടർ സാവിയോട് ആവശ്യപ്പെട്ടെങ്കിലും സാവിയോ അതിന് വിസമ്മതിച്ചു. സ്വന്തം മാതാപിതാക്കളെ പോലും കൊലപ്പെടുത്തിയ തനിക്ക് രക്തബന്ധത്തിന് യാതൊരു വിലയുമില്ലെന്ന് സാവിയോ അലക്സാണ്ടറിനെ ഓർമ്മിപ്പിച്ചു. വർക്കിയുടെ ശിരസ് കണ്ട് അലക്സാണ്ടർ ഭയന്നുപോയി. റോക്കിയുടെ വീട്ടിൽ ചിന്നു തന്റെ അമ്മയെ കാണാതെ വിഷമിച്ചു കരഞ്ഞു. ആന്റണിയെ തിരികെ കിട്ടാതെ ചിന്നുവിനെ വിട്ടുകൊടുക്കില്ലെന്ന് റോക്കി ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ക്ലീറ്റസിന്റെ നിർദ്ദേശപ്രകാരം ഒറ്റയ്ക്ക് കണ്ണുകെട്ടി വരണമെന്ന വ്യവസ്ഥയിൽ ദർശനയെ ചിന്നുവിനെ കാണിക്കാൻ റോക്കി സമ്മതിച്ചു. ശരണിയെ ഒരു വലിയ വീട്ടിലേക്ക് മാറ്റി. ആരാണ് തന്നെ രക്ഷിച്ചതെന്നും സാവിയോയെ പോലും വെല്ലാൻ കഴിയുന്നതാരാണ് എന്നുമുള്ള ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു. അലക്സാണ്ടർ വീട്ടിലെത്തിയപ്പോൾ ദർശന ചിന്നുവിനെക്കുറിച്ച് ചോദിച്ചു. നാരായണൻ സാവിയോയെ ഭയക്കുന്നതിനെക്കുറിച്ച് അലക്സാണ്ടറിനെ കുറ്റപ്പെടുത്തി. കിഷോറിന്റെയും ജെയിംസിന്റെയും ചിത്രങ്ങൾക്ക് മുന്നിൽ നിന്നപ്പോൾ അവർ തന്നെ പരിഹസിക്കുന്നതായി അലക്സാണ്ടറിന് തോന്നി.
ഭയവും സമ്മർദ്ദവും കാരണം അലക്സാണ്ടർ നിലത്ത് വീണു. അലക്സാണ്ടർ മദ്യപിച്ച് ലക്ക് കെട്ട് പൈലിയുടെയും സാവിയോയുടെയും ഭീഷണികളെയും കിഷോറിന്റെയും ജെയിംസിന്റെയും കളിയാക്കലുകളെയും കുറിച്ച് ഓർത്തു വലയുകയായിരുന്നു. ദർശന തന്റെ മകളെ ഓർത്ത് കരയുകയായിരുന്നു. ക്ലീറ്റസ് ദർശനെ വിളിച്ച് ചെന്നുവിനെ കാണാൻ വരാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ആരും അറിയരുതെന്നും ഒറ്റയ്ക്ക് വരണമെന്നും വ്യവസ്ഥ വെച്ചു. സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള ദർശനയുടെ സംസാരം ക്ലീറ്റസ് തടഞ്ഞു. പുറത്ത് വർക്കിയുടെ ശിരസ് കണ്ട രാജീവ് കൃഷ്ണൻ ഞെട്ടി. സാവിയുടെ ഭീഷണിക്കത്ത് വായിച്ച് അയാൾ രോഷാകുലനായി. ദർശന ക്ലീറ്റസിന്റെ കാറിൽ കയറി. കണ്ണുകെട്ടി അവളെ റോക്കിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ചിന്നു കീർത്തനയോടൊപ്പം സന്തോഷത്തിലായിരുന്നു. ദർശന ചിന്നുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു. എന്നാൽ റോക്കി അവരെ പിരിക്കാൻ ഒരുങ്ങി. സാവിയോ റോക്കിയെ വിളിച്ച് ദർശന അവിടെ എത്തിയെന്ന് തനിക്കറിയാമെന്നും തന്റെ കണ്ണുവെട്ടിച്ച് റോക്കിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞു. ചിന്നുവിനെ കൊന്നാലും തനിക്ക് പ്രശ്നമില്ലെന്നും സാവിയോ റോക്കിയെ ഭീഷണിപ്പെടുത്തി. ഇതിൽ പ്രകോപിതനായ റോക്കി ചിന്നുവിനെ കൊല്ലുമെന്ന് പറഞ്ഞു. കല്ലൂക്കാരന്മാരുള്ള ദേഷ്യമാണ് റോക്കി പ്രകടിപ്പിച്ചത്. എന്നാൽ ദർശന അപ്രതീക്ഷിതമായി ഒരു സത്യം വെളിപ്പെടുത്തി. ചിന്നു ജെയിംസിന്റെ മകളല്ല, റോക്കിയുടെ മകളാണ്. ഇത് കേട്ട് റോക്കി നടുങ്ങി. റോക്കിയും കീർത്തനയും ക്ലീറ്റസും ഒരുമിച്ച് നിൽക്കുമ്പോൾ ദർശന താൻ റോക്കിയുടെ കുഞ്ഞിനെ ഗർഭിണിയാണെന്നും അത് ചിന്നുവാണെന്നും വെളിപ്പെടുത്തി. റോക്കിക്കിത് വിശ്വസിക്കാനായില്ല. എന്നാൽ ദർശന കോളേജ് കാലത്തെ ഒരു മഴയുള്ള രാത്രിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. താൻ റോക്കിയെ സ്നേഹിച്ചിരുന്നെങ്കിലും അവന്റെ ശത്രുക്കളിൽ നിന്ന് വരാവുന്ന അപകടങ്ങളെ പേടിച്ച് റോക്കിയിൽ നിന്ന് അകന്നെന്നും മറ്റൊരു വിവാഹം കഴിക്കാൻ നിർബന്ധിതയായെന്നും ദർശന പറയുന്നു. വിവാഹത്തിന് തലേദിവസമാണ് താൻ ഗർഭിണിയാണെന്നറിയുന്നതെന്നും ക്ലീറ്റസിനെ കണ്ടെങ്കിലും റോക്കിയെ കാണാൻ അയാൾ സമ്മതിച്ചില്ലെന്നും അങ്ങനെ ജെയിംസിന്റെ മുന്നിൽ വഴങ്ങേണ്ടി വന്നെന്നും അവൾ വിശദീകരിക്കുന്നു. ദർശന ചിന്നുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് യാത്ര പറയാണ്. റോക്കി അവളെ തടയുകയും ചിന്നുവിനെ അവളുടെ അടുത്തേക്ക് കൊടുക്കുകയും ചെയ്തു. സന്തോഷത്തോടെ ചിന്നുവിനെയും കൊണ്ട് ദർശന പോയി. കീർത്തന റോക്കിയെ ആശ്വസിപ്പിക്കുന്നു. സ്വന്തം മകളാണ് ചിന്നു എന്നറിയാതെ അവളെ ഉപദ്രവിച്ചതിൽ റോക്കി ദുഃഖിച്ചു. മറ്റൊരു സംഭവത്തിൽ രാജീവ് കൃഷ്ണൻ SP അരുണിമയെ സാവിയോയുടെ ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയിക്കുന്നു. സാവിയോയെ കൊടുക്കാൻ തെളിവുകളുണ്ടെങ്കിലും അയാൾ അപകടകാരിയാണെന്നും മുൻപ് അയാളുടെ നേരെ തിരിഞ്ഞവർക്ക് സംഭവിച്ചതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രദ്ധയോടെ നീങ്ങാൻ SP മുന്നറിയിപ്പ് നൽകുന്നു. രാജീവ് കൃഷ്ണൻ സൂക്ഷിക്കാമെന്ന് ഉറപ്പു നൽകി. പൈലിയുടെ വീടിന് പുറത്ത് ആരൊക്കെയോ ഉണ്ടെന്നവർ മനസ്സിലാക്കി. പൈലി വാളെടുത്ത് ഗുണ്ടകളെ നേരിടാൻ തയ്യാറെടുത്തു. 8-10 ഗുണ്ടകളാണ് ഉണ്ടായിരുന്നത്. പൈലി ഒറ്റയ്ക്ക് അവരുമായി ശക്തമായി പോരാടി. അപ്പോഴേക്കും ഒരു വാനിൽ നിന്ന് 4 നായകൾ പൈലിയുടെ നേർക്ക് ചാടി വീഴുന്നു. മറുവശത്ത് റോക്കിക്ക് ഉറക്കം വരുന്നില്ല. കീർത്തനയും ക്ലീറ്റസും അവന്റെ അടുത്തേക്ക് വരുന്നു. റോക്കിക്ക് തനിക്കോ താൻ സ്നേഹിക്കുന്നവർക്കോ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് പേടിയുണ്ടെന്ന് തുറന്നു പറയാണ്. പ്രത്യേകിച്ച് അപ്പനും അമ്മയ്ക്കും അപകടം സംഭവിക്കുന്നു എന്നൊരു തോന്നൽ. റോക്കി വീട് വരെ പോകാൻ തീരുമാനിക്കുകയും സെബാനയും കൂട്ടുകാരെയും കൂട്ടിനാക്കി കീർത്തനയും രാധികയും ശ്രദ്ധിക്കാൻ പറയുന്നു. റോക്കിയും ക്ലീറ്റസും ബൈക്കിൽ യാത്ര തിരിക്കുന്നു. പൈലി നായകളെയും ഗുണ്ടകളെയും ദീനമായി നേരിടുന്നു. തന്റെ മകളെ കൊന്നവരെ വെറുതെ വിടില്ലെന്ന് അവൻ ശപഥം ചെയ്യുന്നു. അലക്സാണ്ടർ സാവിയുടെ അടുത്ത് ചെന്ന് തനിക്ക് പഴയ അധികാരം വേണമെന്ന് ആവശ്യപ്പെടുന്നു. കല്ലൂക്കാരൻ കുടുംബത്തിന്റെ സ്വത്ത് തുല്യമായി ഭാഗിക്കണമെന്ന് പറയുന്നു. എന്നാൽ സാവിയോ അവനെ പരിഹസിക്കുകയും താൻ അവനൊരു സ്ഥാനവും വിലയും കൊടുത്തെന്നും ഇപ്പോൾ അവനൊരു കാവൽ നായ മാത്രമാണെന്നും അഹങ്കാരത്തോടെ പറയുന്നു. സാവിയോയുടെ വാക്കുകൾ അലക്സാണ്ടറിനെ പ്രകോപിപ്പിക്കുകയാണ്. അയാൾ സാവിയോയെ മദ്യക്കുപ്പി കൊണ്ട് കുത്താൻ ശ്രമിക്കുമ്പോൾ സാവിയോ അവനെ തടയുകയും അടിക്കുകയും ചെയ്യുന്നു. ശേഷം അവനെ നായകൾക്ക് ഇട്ടുകൊടുക്കുന്നു. റോക്കിയും ക്ലീറ്റസും ബൈക്കിൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. തലയ്ക്ക് പരിക്കേറ്റ റോക്കി റോഡിലേക്ക് കയറുമ്പോൾ പുറകിൽ നിന്ന് അടിവീണ് ബോധം കെടുന്നു. ഒരു വാനിൽ വന്നവർ റോക്കിയെ അതിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. ഇത് കണ്ട ക്ലീറ്റസ് വാനിന്റെ പുറകെ ഓടിയെങ്കിലും വാൻ വേഗത്തിൽ മറഞ്ഞുപോയി. ക്ലീറ്റസ് വീണ് കിടക്കുന്ന ബൈക്കിന്റെ അടുത്തേക്ക് ഓടുന്നു. അതേസമയം സെബാൻ കീർത്തനയോടും രാധികയോടും സാവിയുടെ ആളുകൾ വരുന്നുണ്ടെന്നും വേഗം മറ്റൊരു സ്ഥലത്തേക്ക് മാറണമെന്നും പറയുന്നു. റോക്കി വിവരം അറിയിച്ചെന്നും താൻ കാറ് റെഡിയാക്കാമെന്നും പറഞ്ഞ് സെബാൻ അവരെയും കൂട്ടി യാത്ര തിരിക്കുന്നു. കാറ് മുന്നോട്ട് പോകുന്നതിനിടയിൽ സെബാൻ സാവിയോയെ വിളിച്ച് ഞങ്ങൾ പുറപ്പെടുകയാണ് എന്ന് പറയുന്നു. പിന്നീട് കീർത്തനയെ നോക്കി ചിരിച്ച് കാർ ഓടിച്ചു പോകുന്നു. കാറിൽ സെബാനെ നോക്കിയിരിക്കുമ്പോൾ റോക്കിയെ ചതിച്ചതിന്റെ കാര്യങ്ങൾ മാർട്ടിൻ ഓർത്തെടുക്കുന്നു. റോക്കി ബൈക്കിൽ പോയ ശേഷം സെബാൻ സാവിയോയെ വിളിക്കുന്നത് പീറ്ററും മാർട്ടിനും കണ്ടു. റോക്കിയെ ഒറ്റുകൊടുത്തതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ റോക്കിക്ക് വേണ്ടി ചാവേണ്ട കാര്യമില്ലെന്നും സാവിയുടെ കൂടെ നിന്ന പണവും ജീവനും കിട്ടുമെന്നും സെബാൻ പറയുന്നു. സെബാൻ റോക്കിയെ ചതിച്ച് സാവിയോയുടെ പക്ഷം ചേരുന്നു. റോക്കിക്ക് ആന്റണിയുടെ ഗതി വരുമെന്നും സാവിയുടെ കൂടെ നിന്ന ജീവനും പണവും ലഭിക്കുമെന്നും സെബാൻ കൂട്ടുകാരോട് പറയുന്നു. ഭയന്ന് മാർട്ടിനും പീറ്ററും അവന്റെ പക്ഷം ചേരുന്നു.
അതേസമയം പൈലി തന്റെ വീടിന് മുന്നിൽ ഗുണ്ടകളെയും നായകളെയും നേരിട്ട് വിജയായി നിൽക്കാണ്. റോക്കിയെ സാവിയോയുടെ ആളുകൾ തട്ടിക്കൊണ്ടുപോയെന്നും സെബാനാണ് ഇതിന് പിന്നിലെന്നും ക്ലീറ്റസും പീറ്ററും പൈലിയെ അറിയിക്കുന്നു. വേട്ട തുടങ്ങാൻ സമയമായി എന്ന് പറഞ്ഞ് പൈലി പ്രതികാരത്തിനായി ഇറങ്ങുന്നു. സെബാൻ കീർത്തനെയും രാധികയും സാവിയോയുടെ അടുത്തെത്തിക്കുന്നു. അവിടെ റോക്കിയുടെ ശരീരം തൂക്കിയിട്ടിരിക്കുന്നത് കണ്ട് കീർത്തന നിലവിളിക്കാണ്. സെബാൻ റോക്കിയുടെ മരണത്തിൽ സന്തോഷിക്കുകയും സാവിയോയുടെ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ സാവിയോ സെബാനെ വിശ്വസിക്കാതെ വെടിവെച്ചു കൊല്ലുന്നു. മാർട്ടിൻ ഇതിന് സാക്ഷിയാകുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞ് റോക്കിയുടെ ബോധം തെളിഞ്ഞു. അവൻ കയറും മുറിച്ച് താഴെയുള്ള ഐസ് ഫാക്ടറിയിലേക്ക് ചാടുന്നു. അവിടെ ആന്റണിയുടെ മൃതദേഹം കണ്ട് ഞെട്ടിയ റോക്കി ദേഷ്യത്തിൽ ഗുണ്ടകളെ നേരിടുന്നു. പൈലിയും കൂട്ടുകാരും മാർട്ടിനെ വഴിയിൽ കാണുകയും സെബാൻ കൊല്ലപ്പെട്ട വിവരം അറിയുകയും ചെയ്യുന്നു. പൈലി ഭദ്രനെ അടിച്ചു വീഴ്ത്തി റോക്കിയെ രക്ഷിക്കാൻ മുന്നോട്ടു പോകുന്നു. റോക്കി സാവിയോയെ ഐസ് നിർമ്മാണത്തിനുള്ള വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ജോസഫ് പത്രോസ് റോക്കിയെ തടയാൻ ശ്രമിക്കുമ്പോൾ റോക്കി അവനെ അടിച്ചൊരു മുറിയിലേക്ക് തെറിപ്പിക്കുന്നു. അവിടെ കീർത്തനയും രാധികയും കെട്ടിയിട്ടിരിക്കുന്നതും കീർത്തനയുടെ തലയ്ക്ക് നേരെ ജോസഫ് പത്രോസ് തോക്കു ചൂണ്ടി നിൽക്കുന്നതും റോക്കി കാണുന്നു. സാവിയോ അവിടെത്തി റോക്കിയെ പരിഹസിച്ചു. പെട്ടെന്ന് ഭദ്രൻ നിലത്ത് വീഴുകയും പൈലിയും പീറ്ററും ക്ലീറ്റസും അവിടെ എത്തുകയും ചെയ്തു. പൈലി സാവിയോയ്ക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് തന്റെ മകളോട് ചെയ്ത ക്രൂരത മറക്കാനാവില്ലെന്നും തന്റെ മകനെ ദ്രോഹിക്കാൻ വന്ന ചെകുത്താൻ പൈലി കള്ളത്തിലിറങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകി. സാവിയോയെയും അവന്റെ ഗുണ്ടകളെയും പൈലിയും റോക്കിയും ചേർന്ന് നേരിട്ടു. സാവിയോ രാജീവ് കൃഷ്ണനെയും ബന്ദിയാക്കിയിരുന്നു. ശരണിയെ ഡേവിഡ് അച്ചായന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തിയെന്നും അവൾ സുരക്ഷിതയാണെന്നും പൈലി സാവിയോയെ അറിയിച്ചു. ഒടുവിൽ പൈലി സാവിയോയെ നായകൾ കിട്ടുകൊടുത്തു കൊന്നു. അതിനുശേഷം സാവിയോയുടെ താവളം കത്തിച്ച് നശിപ്പിച്ച് പൈലി പോലീസിന് കീഴടങ്ങി. വർഷങ്ങൾക്ക് ശേഷം പൈലി ജയിൽ മോചിതനാവുകയും രാധികയും ശരണിയും കീർത്തനയും അവൻ കാണാനെത്തുകയും ചെയ്യുന്നു. ശരണിയും ക്ലീറ്റസും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കുന്നു. കീർത്തന റോക്കിയുടെ അടുത്ത് വന്നിരുന്നു. റോക്കിയുടെ മനസ്സിൽ ഇപ്പോഴും ദർശനമുണ്ടോ? അവളെ ഞാൻ എപ്പോഴേ മറന്നു. എല്ലാ സ്ത്രീകളും ഒരുപോലെ ആവണമെന്നില്ല. ഒരു പെണ്ണ് തേച്ചെന്ന് വെച്ചിട്ട് എല്ലാ സ്ത്രീകളും അങ്ങനെ ആവില്ല, കീർത്തന പറഞ്ഞു. റോക്കി കീർത്തനയുടെ കൈപ്പത്തിയിൽ കയറി പിടിച്ചു. നീ അങ്ങനെയാണോ? റോക്കി മുഖത്തേക്ക് നോക്കി അത് ചോദിച്ചപ്പോൾ കീർത്തനയുടെ കണ്ണുകൾ പിടഞ്ഞു. ഇരുവരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ പുറത്തപ്പോഴും മഴ പെയ്യുകയായിരുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ അവസാനിച്ചു. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.